ആക്ച്വലി ഗൈനക്കോളജിസ്റ്റ് തന്നെ എഗ്രി ചെയ്യാം. അവരുടെ അടുത്ത് ചെല്ലുന്ന 100 ഡെലിവറീസ് ഉണ്ടെങ്കിൽ 80% നോർമൽ, ലോ റിസ്ക്, അൺകോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്. പക്ഷേ വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ ദ 20. അത് ആർക്ക് വരുമെന്നുള്ളത് അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ബർത്തിലേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഓണം വെക്കേഷൻ ഏറ്റവും കൂടുതൽ ബർത്ത് കുറവും, അതിന് മുന്നേ തൊട്ട് മുന്നേ ഭയങ്കര റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ബർത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ഹോളിഡേയ്സിന് ഡോക്ടേഴ്സ് വെക്കേഷൻ പോകുന്നുണ്ട്. ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മളെ നഴ്സിംഗ് സ്റ്റാഫ്സ് ആവാം. ഹോസ്പിറ്റലിൽ ടോട്ടലി സ്റ്റാഫ് ഷോർട്ടേജ് വരും. ഡോക്ടർ, എന്റെ കുഞ്ഞ് ഈ സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ ജാതകം അത് ഭയങ്കര കൂടുതലാണ്. മുഹൂർത്തം കുട്ടി കാരണം എന്റെ കരിയറിന് പ്രശ്നം ഉണ്ടാവും, എനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, എനിക്ക് ഇൻകം ഉണ്ടാവില്ല എന്നൊരു തോട്ടും വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ ബെറ്റർ നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്ത് കരിയറിൽ ഡെവലപ്മെന്റ് വന്നതിന് ശേഷം ബേബിക്ക്. ഒരാളിന് കഴിച്ചാൽ പോരാ, നീ ഇനി കഴിക്കുമ്പോൾ 2 പേർക്കാണ് കഴിക്കുന്നത്. കംപ്ലീറ്റ് മിത്ത്. ഈ ലിസ്റ്റ് പറഞ്ഞ ന്യൂട്രിയൻസ് ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, ടോക്സിക് ആയിട്ടുള്ള മെറ്റൽസും കെമിക്കൽസും അതിനകത്തുണ്ടെന്നാണ്. കാരണം നമ്മുടെ ഫാർമസിയിൽ എക്സ്പയറി ലിസ്റ്റ് എടുക്കും, എന്നിട്ട് ആ ലിസ്റ്റിലുള്ള മരുന്ന് ഡോക്ടർമാർ എഴുതണം. ഫാർമസിക്ക് തുടങ്ങി നഷ്ടമാണ്, എടുത്തു വെച്ചിരിക്കുന്ന മരുന്നാണ്, എക്സ്പയറി ഡേറ്റ് ആവും, പിന്നെ അത്രയും പൈസ പോകും. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്, അവിടെയൊന്നും ആയുർവേദം ഇല്ലാതെയും താല്പര്യമില്ലാത്തവരുടെ ക്ലെയിം ഇതാണ്. അച്ഛനമ്മയുണ്ട്, ഈ കുട്ടി വരുന്നത് ഇവരുടെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് ആയിട്ടൊരു രീതി ഉണ്ടല്ലോ, ഇതിലായിരിക്കില്ല അവരുടെ. അല്ലാതെ ജനിച്ചു വരുന്ന കുട്ടി ഹൃത്തിക് റോഷനെ പോലെ ഇരിക്കണം എന്ന് വെച്ചിട്ട് ആ പുള്ളിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ലല്ലോ നമുക്ക് കിട്ടുക. എന്നാൽ ജനിച്ചു വരുമ്പോൾ ആദ്യം ചിലപ്പോൾ ചിലരൊക്കെ തൊട്ട് കൊടുക്കുന്ന ഹണിയാണ്, തേനും സ്വർണ്ണവും കൂടെയാണ്. ഗോൾഡ് ഇസ് എ മെറ്റൽ. നമ്മളാണെങ്കിൽ കഴിക്കും അത്. പ്രഗ്നൻസിയിൽ ഡിപ്രഷനുള്ള മദേഴ്സ് ആണെങ്കിൽ കുഞ്ഞിനെ മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. ആ കുഞ്ഞിന് ഭാവിയിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സ്റ്റഡീസ് ഹാവ് പ്രൂവൺ ദാറ്റ്. ഈ പ്രസവ സമയത്ത് ഇന്ത്യയിൽ അങ്ങനെ പൊതുവെ കാണാറില്ല ഭർത്താവിനെ കൂടെ കയറ്റുന്നൊരു സംഭവം. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? വെരി ഇമ്പോർട്ടന്റ്. പ്രസവ സമയമാകുമ്പോൾ ആൾക്കാർ ചോദിക്കും പിട്ടോ എന്നുള്ള സാധനം, അത് ഈ പിട്ടോസിനാണ്. ദിസ് ക്രിയേറ്റ്സ് വയലന്റ് കോൺട്രാക്ഷൻസ് ആണ്. സോ അപ്പോൾ ഈ അക്യുപഞ്ചറുകാർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും അക്യുപഞ്ചർ വഴി ചികിത്സിക്കാം, നിങ്ങൾ മരുന്ന് എടുക്കരുത്, അലോപ്പതി എടുക്കരുത് എന്നാണോ പറയുന്നത്? കൈൻഡ് ഓഫ്. നിങ്ങളിപ്പോൾ 25 വയസ്സിൽ എഗ്ഗ് ഫ്രീ ചെയ്ത് വെച്ചിട്ട് എനിക്ക് 50 വയസ്സിൽ ഗർഭം ധരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. യുവർ യൂട്രസ് വിൽ നോട്ട് ബി ഹോൾഡിങ്. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അകത്ത്. ഹാപ്പിനെസ്സോടുകൂടി ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ദ ബർത്ത് ഓഫ് ദ ബേബി. അപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ പ്രസവത്തെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറയുമോ? ഫോർട്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫാമിലിയിലെ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ് ആണ് അവിടെ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത്. ആ കുഞ്ഞ് ജനിക്കുന്നതിലൂടെ കുഞ്ഞ് മാത്രമല്ല, ഒരു അച്ഛനും അമ്മയും കൂടെയാണ് ജനിക്കുന്നത്. ചൈൽഡ് ബർത്ത് എന്ന പ്രോസസ്സ്, അതിലൊരുപാട് മിത്തുകളുണ്ട്. എന്നാൽ അത് എല്ലാം ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചൈൽഡ് ബർത്തിനെ പറ്റി സംസാരിക്കാനായിട്ടുള്ളത് അഖില നിസാമാണ്. അഖില നിസാം ഒരു സർട്ടിഫൈഡ് ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ആണ്. കേരളത്തിലുടനീളം 400ഓളം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സെഷൻസ് ആണ് ഇതുവരെയായി അഖില നിസാം കവർ ചെയ്തിട്ടുള്ളത്. ചൈൽഡ് ബർത്ത് എന്നത് പലർക്കും അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ അറിയുന്നതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ചൈൽഡ് ബർത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മിത്തുകൾ, ഒരുപാട് സത്യങ്ങൾ അറിയാൻ പോവുകയാണ്. അപ്പം അഖില നിസാം, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. കാലഘട്ടം മാറുന്നതനുസരിച്ച് ആൾക്കാർ ജനിക്കാതിരിക്കുന്നില്ല, ജനനത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം പണ്ട് വീടുകളിലുണ്ടായിരുന്നത് പിന്നീടത് ഹോസ്പിറ്റലുകളിലോട്ട് മാറി. പുതിയ പുതിയ ടെക്നോളജികൾ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിലൂടെ രീതികളും മാറി. പണ്ട് വീടുകളിലായിരുന്നു പ്രസവം, അതും കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ബാക്കി സ്ത്രീകൾ എങ്ങനെ അവരുടെ പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നു, ലേബർ പെയിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബർത്ത് എന്നുള്ളത് വിറ്റ്നസ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പോസ്റ്റ്പാർട്ടം എങ്ങനെയായിരുന്നു, ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയായിരുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിരന്തരം പ്രസവങ്ങൾ വീട്ടിൽ തന്നെ നടക്കുകയും ഈ പ്രസവം എങ്ങനെയാണ്, വാട്ട് ഡിഡ് ദേ ഡൂ ഇൻ ദെയർ പ്രഗ്നൻസി. ഇപ്പം എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ പറയുന്നേക്കാം, ശരിക്കും ഒരു സിനിമയിൽ പറഞ്ഞ പോലെ കല്ലിൽ അരച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഷി ഫിനിഷ് ദാറ്റ് കറി, അത് കുക്ക് ചെയ്തതിന് ശേഷമാണ് പ്രസവിക്കാൻ പോയത് തന്നെ. പെയിൻ ആയിരുന്നു. ഇപ്പം നമുക്ക് ലേബർ പെയിൻ വന്നാലോ വീട്ടിൽ നിൽക്കുന്നത് ടെൻഷനാണ്. ആംബുലൻസ് വിളിച്ചിട്ടാണെങ്കിലും ഹോസ്പിറ്റലിലോട്ടൊരു പോക്കാണ്. അതിനുശേഷമുള്ള ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ബർത്ത് ബിക്കേം എ ക്ലോസ്ഡ് അഫെയർ. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ലേബർ റൂം എന്നുള്ളത് വേറൊരു ആണുങ്ങൾക്കെന്നല്ല പെണ്ണുങ്ങൾക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. നേരെ കയറി ചെല്ലുന്നു, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, പെയിൻ ഈസ് മാനേജ് ഇൻസൈഡ് ദ ലേബർ റൂം, ബർത്ത് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ്. അപ്പോൾ എന്താണ്, തിരിച്ച് കുഞ്ഞായിട്ട് ഇറങ്ങി വരുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്, ഹൗ ഡിഡ് ദേ ഗീവ് ബർത്ത്, ഹൗ ഡിഡ് ദേ മാനേജ് ദ പെയിൻ, ഹൗ വാസ് ദ പെയിൻ ഹാപ്പനിങ്. ഈ പെയിൻ എന്നുള്ളത് ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒരു തലവേദന വന്നു, കണ്ടിന്യൂസ് തലവേദന, അങ്ങനൊരു സാധനമല്ല. ലേബർ പെയിൻ ഈസ് ലൈക്ക് ദ പെയിൻ വിൽ കം, it will slow down, it will give a gap, then the pain will come, that is called contractions.
ഇങ്ങനെ ഒരു പെയിൻ ആദ്യം യൂട്രസ് കോൺട്രാക്ട് ചെയ്ത് പെയിൻ വന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കുന്ന ഒരു പെയിനാണ് ലേബർ പെയിൻ. ഇപ്പോൾ അങ്ങനെ ഒരാൾക്കൊരു ഐഡിയ ഇല്ല. ഇപ്പം ഞാനൊരു ടീനേജറോടോ അല്ലെങ്കിൽ ഒരു 25 years ഉള്ള ഒരാളോട്, ഒരു വുമണോട് ചോദിക്കുകയാണ് ലേബർ പെയിൻ എങ്ങനെയാണെന്ന് അറിയോ, വേദന എന്നല്ലാതെ ഇങ്ങനെ ദർ ഇസ് എ പെയിൻ, ദർ ഇസ് എ റെസ്റ്റ്, ദർ ഇസ് എ പെയിൻ, ദർ ഇസ് എ റെസ്റ്റ്. നല്ലൊരു ലേബർ പെയിൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഫോളോ എ ഗ്രാഫ്. ആ ഇൻ്റർവെല്ലിന് കറക്റ്റ് ടൈമിങ് ഉണ്ടാവും എന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ല. സോ ദർ കംസ് ദ റോൾ ഓഫ് എ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ to educate them what is happening, what will happen, what are the chances, and help them to make a decision based on researches അല്ലെങ്കിൽ evidence based decision എടുക്കാൻ. This will happen like this, if this is going to happen, this is like this, what do you want? Primary decision maker should be the mother itself. ഇപ്പം അങ്ങനെ ഒരു വോയിസേ ഇല്ല. വാട്ട് അതേഴ്സ് ഡിസൈഡ് ആണ് പ്രഗ്നന്റ് ലേഡീസ് ഗോ ത്രൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് പ്രഗ്നൻസി, പോസ്റ്റ് ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ്. ഈ ബ്രസ്റ്റ് ഫീഡിങ്ങും ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുമെങ്കിലും അതിന് ലാച്ച് ഉണ്ട്, അതിന് പൊസിഷൻ ഉണ്ട്, കുഞ്ഞ് ബെറ്റർ ആയിട്ട് എപ്പോഴാണ് കുടിക്കുന്നത്, കുഞ്ഞിന് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പണ്ട് വീടുകളിൽ ഒബ്സർവ് ചെയ്യാം. ഡെലിവറി കഴിഞ്ഞ് പോകുന്നവർ പിന്നെ തിരിച്ചു വരും, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്, ഈ പ്രീ പ്രഗ്നൻസി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ബ്രസ്റ്റ് ഫീഡിക്ക് എല്ലാവരും പറയുന്നത് എനിക്ക് പാല് കുറവാണ് എന്ന് പറയുന്നു, കുഞ്ഞ് കരയുന്നു, കുഞ്ഞ് രാത്രി നിർത്താതെ കരയാണ്, വാട്ട് ഈസ് ഹാപ്പനിങ്. ഇങ്ങനെ നോക്കാൻ വന്ന് നിൽക്കുന്നവരുണ്ടല്ലോ ഈ 40 days, അവർ പറയുന്നു പാലില്ല, ഫോർമുല കൊടുക്കുന്നത് നിർബന്ധിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 6 months ആകുമ്പം വരും, ഫുഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്, എന്ത് കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ലൈക്ക് എവറി ടൈം അത് നാച്ചുറലി ഒബ്സർവ് ചെയ്യാൻ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഓൾസോ സോഷ്യൽ മീഡിയ ഹാവ് ലോഡ് ഓഫ് ഇൻഫർമേഷൻ, ഓവർലോഡാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടു, 8 മാസമുള്ള കുട്ടിയാണ് ഇരുന്ന് നല്ലതായിട്ട് ടേബിളിൽ ഇരുന്ന് ചിക്കനൊക്കെ കഴിക്കുന്നു, നമ്മളിവിടെ വാരിയാണ് കൊടുക്കുന്നത്, കുറുക്കേ കൊടുക്കുള്ളൂ, വാട്ട് ഷുഡ് ഐ ഡു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തന്നെ പറ്റൂ. മിഡ് വൈഫറി ബർത്ത് ഒക്കെ ആണെങ്കിൽ കമ്പൽസറി ചൈൽഡ് ബർത്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ ഗൈനക്കോളജിസ്റ്റിന് ബർത്ത് അറ്റൻഡ് ചെയ്യുന്ന കുറവാണ്. എന്തെങ്കിലും ഈ കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ മാത്രമായിരിക്കും കൂടുതലും ഗൈനക്കോളജിസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബർത്ത് അറ്റൻഡ് ചെയ്യുന്നത് മിഡ് വൈഫ്സ് ആണ്. ഈ ഹോം ബർത്ത് എന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് വീണ്ടും പുതിയൊരു ജനറേഷനിൽ അത് ഏറ്റെടുത്ത് തുടങ്ങുന്നുണ്ട്. ഡിസ്കഷൻസ് ഹാപ്പനിങ് ആണ്. മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടറാണ് കൂടുതലുള്ളത്. കാര്യം ഈ ഒരു സ്റ്റേജിൽ ആർക്കും ചാൻസ് എടുക്കുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവനാണ്, അമ്മയുടെ ജീവനാണ്. അപ്പം അതുകൊണ്ട് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കേസ്. ഹോം ബർത്ത് ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ ടു ഗീവ് ബർത്ത്, ബട്ട് ഇറ്റ് ഷുഡ് ബി അറ്റൻഡഡ് ബൈ എ സർട്ടിഫൈഡ് മിഡ്വൈഫ് ഓർ എ ഒബ്സ്റ്റട്രീഷ്യൻ. മിഡ്വൈഫ് എന്ന് പറയുമ്പോൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് മിഡ്വൈഫറി കോഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഡയറക്റ്റ് എൻട്രി മിഡ്വൈഫ്സ് ഇല്ല, ഡയറക്റ്റ് ഒരു മിഡ്വൈഫറി കോഴ്സ് എടുക്കാൻ പറ്റില്ല. വി ഹാവ് ടു പാസ് BSc നഴ്സിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന കോഴ്സാണ് മിഡ്വൈഫറി കോഴ്സ്. അവർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അത്രയും തന്നെ എഫിഷ്യൻ്റ് ആണ് ടു അറ്റൻഡ് ദ ലോ റിസ്ക് അല്ലെങ്കിൽ ബർത്ത്. ഇഫ് ദർ ഇസ് സംതിങ് ഹാപ്പൻസ് അത് ഡോക്ടറിലേക്ക് എത്തിക്കാനും അവർക്കറിയാം. അത് ആക്ച്വലി ഗൈനക്കോളജിസ്റ്റ് തന്നെ എഗ്രി ചെയ്യാം. അവരെടുത്ത് ചെല്ലുന്ന 100 ഡെലിവറീസ് ഉണ്ടെങ്കിൽ 80% നോർമൽ, ലോ റിസ്ക്, അൺകോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്. പക്ഷേ വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ ദ 20. അത് ആർക്ക് വരുമെന്നുള്ളത് അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ബർത്തിലേ പറയാൻ പറ്റുള്ളൂ. WHO കണക്ക് പ്രകാരം 50% ആണ് C-സെക്ഷൻ വേണ്ടി വരിക. പക്ഷേ കേരളത്തിൽ മാത്രം കണക്കെടുത്താൽ അത് 50% അതിൽ മേലേക്ക് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ആൾക്കാർക്കുള്ള അവയർനെസ് ആണോ, അതോ ഇതിലുള്ള റിസ്ക് കൂടുതലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണോ, അത് മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കുമോ? ഇറ്റ്സ് എൻ അലാമിംഗ് റേറ്റ് ആണ് ഈ 50 എന്ന് പറയുന്നത്. ശരിക്കും ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡറി C-സെക്ഷൻ ആണ്. ആദ്യത്തെ C-സെക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിസേറിയനാണ് ഇത്രയും ഹൈപ്പിൽ കൊണ്ടുപോകാനുള്ളൊരു കാരണമായി നിൽക്കുന്നത്. 50 ആയതിൻ്റെ ഒരു കാരണം മിക്കത് രണ്ടാമത്തെ സിസേറിയനാണ് കൂടുതൽ എടുത്ത് നോക്കുവാണെങ്കിൽ. പക്ഷേ പ്രൈമറി C-സെക്ഷൻ അവോയ്ഡ് ചെയ്യലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആദ്യത്തെ പ്രസവം മാക്സിമം നാച്ചുറൽ ആക്കാൻ നോക്കിയാൽ പിന്നെ അങ്ങോട്ട് നാച്ചുറൽ ആയിരിക്കും. പക്ഷേ ആദ്യത്തെ C-സെക്ഷൻ ആണെങ്കിൽ ഇവിടെയൊന്നും VBAC ലൈക്ക് വെജൈനൽ ബർത്ത് ആഫ്റ്റർ C-സെക്ഷൻ എടുക്കില്ല. ഈ C-സെക്ഷൻ റേറ്റ് നമ്മളിപ്പം വേണമെങ്കിൽ ആൾക്കാർ ക്ലെയിം ചെയ്യും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് C-സെക്ഷൻ ചെയ്യുന്നത്. പക്ഷേ വെൻ വി ലുക്ക് ഇൻ ടു ദ ഡാറ്റ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും ഡാറ്റാസ് സെയിം ആണ് C-സെക്ഷൻ റേറ്റ്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി C-സെക്ഷൻ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ഓൾസോ ഒരു പർട്ടിക്കുലർ മെഡിക്കൽ റീസൺ ഇല്ലാതെ എനിക്ക് തോന്നണില്ല ഒരു ഡോക്ടേഴ്സും C-സെക്ഷൻ ചെയ്യുമെന്ന്. പക്ഷേ ഈ പർട്ടിക്കുലർ മെഡിക്കൽ റീസൺ ഉള്ളത് ആ സർക്കംസ്റ്റൻസസ് മെയ്ഡ് ആവാം. ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ചില ഹോസ്പിറ്റൽസിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ ഡോക്ടർമാർക്ക് തിരക്കാണ്. ഈ നാച്ചുറൽ ബർത്തിന് സമയമെടുക്കും. ലൈക്ക് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡോക്ടേഴ്സ് ഓൾസോ എൻകറേജ് പെട്ടെന്ന് C-സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അവരുടെയും പെട്ടെന്ന് പണി കഴിയും, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം. അപ്പം അത് സത്യമാണോ? എത്ര സത്യമാണത്? ട്രൂ ടു ആൻ എക്സ്റ്റെൻറ്റ്. കേരളത്തിൽ ഓണം
വെക്കേഷൻ ഏറ്റവും കൂടുതൽ ബർത്ത് കുറവും, അതിന് മുന്നേ തൊട്ട് മുന്നേ ഭയങ്കര റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ബർത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ഹോളിഡേയ്സിന് ഡോക്ടേഴ്സ് വെക്കേഷൻ പോകുന്നതുകൊണ്ടാണ്. ഡോക്ടേഴ്സ് മാത്രമല്ല, നമ്മളെ നഴ്സിംഗ് സ്റ്റാഫ്സ് ആവാം, ഹോസ്പിറ്റലിൽ ടോട്ടലി സ്റ്റാഫ് ഷോർട്ടേജ് വരും. അപ്പോൾ കൂടുതലും ഈ സമയമെടുത്ത് നിൽക്കുന്നവർ, ഇപ്പോൾ 25 ക്രിസ്മസിന് ഡിസംബർ 25 നിൽക്കുന്നവരാണെങ്കിൽ ഒരു 20 വെച്ച് ഇൻഡ്യൂസ് ചെയ്ത് എങ്ങനെയും പ്രസവിപ്പിച്ചിട്ട് എല്ലാവർക്കും വെക്കേഷന് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ അങ്ങനെ ഈ നേരത്തെ പ്രസവിപ്പിക്കുന്നതിനൊക്കെ കുഞ്ഞിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. ദ ബേബി ഓർ ദ വുമൺ മൈറ്റ് നോട്ട് ബി റെഡി ടു ഗീവ് ബർത്ത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഫെയിൽഡ് ഇൻഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സി സെക്ഷനിൽ 20% ഡാറ്റ നോക്കുകയാണെങ്കിൽ പ്രൈമറി സി സെക്ഷൻ ചെയ്യുന്നവരിൽ 20% ഫെയിൽഡ് ഇൻഡക്ഷൻ ആണ്. ഈ വേദന വരുത്താൻ വേണ്ടി ചെയ്തിട്ട് അത് ഫെയിൽ ആയി പോയവരാണ് 20% ഓഫ് ദ പോപ്പുലേഷൻ. പണ്ട് കാലത്ത് പറയാൻ പറ്റില്ല ഈ ഡേറ്റിന് പ്രസവിക്കും അല്ലെങ്കിൽ ഒരു സീസൺ നോക്കി പ്രസവിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലോട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ, എന്റെ കുഞ്ഞ് ഈ സമയത്ത് ജനിച്ചു കഴിഞ്ഞാൽ ജാതകം correct ആയിരിക്കും, നക്ഷത്രം correct ഭയങ്കര ആയിരിക്കും. കൂടുതലാണ് മുഹൂർത്തം. അത് കേരളത്തെക്കാട് കൂടുതൽ തമിഴ്നാട്ടിലാണ്. ദേ ഹാവ് സം ഡേറ്റ്, നോട്ട് ഓസ്പീഷ്യസ് ഡേറ്റ് അല്ലാത്ത ദിവസങ്ങളിൽ ഒരു കാരണവശാലും കുട്ടി പുറത്തു വരാൻ നോട്ട് ദ മദർ ഓർ ദ ഫാദർ, ദ ഗ്രാൻഡ് പേരൻസ് വിൽ നോട്ട് ലെറ്റ്. കൂടുതൽ ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു സ്റ്റാൻഡേർഡ്, രണ്ട് കൂടുതൽ കെയർ കിട്ടുക എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശം. സെക്കൻഡ് തേർഡിലൊക്കെയാണ് ഇവർ വീട്ടിലേക്ക് മാറാനുള്ള ഒരു ധൈര്യം കാണിച്ചത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്, അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ദേ വിൽ ഗോ അഗെയിൻ. എനിക്കറിയാവുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരി പ്രസവിക്കാൻ പോയപ്പം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു, ഒരു വൃത്തിയില്ലാത്തൊരു സ്ഥലം, ഒരു കർട്ടൻ പോലും ഇടാതെ 4-5 ലേഡീസിനെ ഇതുപോലെ പ്രസവിക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. അതിൻ്റെ അകത്തൂടെ വരാന്തേ കൂടെ ആൾക്കാർ നടന്നു പോകുന്നു. അവർക്കൊരു പ്രൈവസി പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. എനിബഡി ക്യാൻ എൻ്റർ ദ ലേബർ വാർഡ് ഇൻ സം ഹോസ്പിറ്റൽസ്, ലൈക്ക് മെയിൽ സ്റ്റാഫ് ആയിരിക്കാം, റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അറ്റൻഡർ ആയിരിക്കാം. ദേ വിൽ ഗെറ്റ് ടു വിറ്റ്നസ് ദാറ്റ്. ആക്ച്വലി റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയർ എന്ന് പറഞ്ഞാൽ ഈസ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ്. അത് ഒരു ലോ ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ് അണ്ടർ ദ ഹ്യൂമൻ റൈറ്റ്. എന്നാലും അത് വയലേഷൻ ആണ് കൂടുതൽ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഈ വെർബൽ അബ്യൂസ് ഭയങ്കര കൂടുതലാണ്. ലൈക്ക് ഒത്തിരി ആൾക്കാർ വരുമ്പോൾ ഒരുമിച്ച്, ദേ ആർ ഓൾസോ വുമൺ, അവരും സ്ട്രെസ്ഡ് ആവും. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ വേ. വേറൊരു സർജറി ഒന്നും പോലെയല്ല അത്. ഈ ലേബർ പെയിൻ ഇടയിൽ എന്തെങ്കിലും അബ്യൂസീവോ അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസോ ഉണ്ടായാൽ ലേബർ പെയിൻ നിന്ന് പോവാം. ആൻഡ് ഐ ഹാവ് എൻ എക്സ്പീരിയൻസ്, ഐ ഹാവ് എ പേഴ്സൺ ഇപ്പം തന്നെ ഉണ്ട്, ഷീ ഈസ് സ്റ്റിൽ ലിവിങ് ത്രൂ ദ ട്രോമ. ലേബർ പെയിൻ വന്നു and she was on the bed and she couldn't sleep at that night due to pain. അപ്പോൾ നേഴ്സ് എന്തോ പറഞ്ഞു, BP ഷൂട്ടായി, അവിടെ തലകറങ്ങി വീണു, ലേബർ ഹോൾട്ടായി. ആദ്യത്തെ സി സെക്ഷൻ, രണ്ടാമത്തത് ഇപ്പോൾ സി സെക്ഷൻ. ആൻഡ് ഷീ സ്റ്റിൽ ഇൻ ദാറ്റ് ട്രോമ. വാട്ട് കുഡ് ഐ ഹാവ് ഡൺ ബെറ്റർ? ഞാനൊന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇത് കാരണം ഐ ഹാഡ് എൻ സ്കോപ്പ് ഫോർ എ നാച്ചുറൽ ബർത്ത്. പെയിന് വന്ന് പ്രസവിക്കാൻ റെഡി ആയിരുന്നു, മെൻ്റലി എല്ലാം പ്രിപ്പയർഡ് ആയിരുന്ന ഒരാൾ ആ ഒറ്റ ഒരു വാക്കുകൊണ്ട് ഷീ കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, എനിക്ക് സി സെക്ഷൻ വേണ്ടായിരുന്നു, അപ്പോൾ ഇത് മതിയായിരുന്നു എന്നുള്ള ആ ട്രോമയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ആൻഡ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ചൊക്കെ ഡാറ്റ ഉണ്ടെങ്കിലും ബർത്ത് ട്രോമ ഈസ് എ കോമൺ തിങ്. അതുകൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, കുഞ്ഞിനുണ്ടാവുന്ന സ്ട്രെസ്സ്, ഇതൊക്കെ ആ ഒരു ലേബറിങ് ടൈമിൽ അബ്യൂസസ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വഴക്ക് പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ബർത്ത് ട്രോമയ്ക്ക് ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്, വിച്ച് ലീഡ്സ് ടു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അമ്മയാവാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് കാരണം അമ്മയാവാൻ പേടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കുറേ നഴ്സുമാർ നല്ലവരെ ഉണ്ടാവാം, പക്ഷെ അതിൽ കുറച്ച് പേര് ഇങ്ങനെയുള്ളത്. ആൻഡ് അവർക്ക് ചിലപ്പോൾ അവരുടെ അത് 100, 200, 300ാമത്തെ പ്രസവമൊക്കെ ആയിരിക്കും അവർ കാണുന്നത്. പക്ഷെ ഫോർ ദാറ്റ് person it is the first birth, it will be the precious one. കാരണം ഇപ്പോൾ 1-2 കുട്ടികളെ ഉള്ളൂ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് നമ്മളിപ്പോൾ ഒരു 5 പേരോട് സംസാരിച്ചാൽ അതിൽ ഒരാളെങ്കിലും പറയാം ഐ ഹാഡ് എ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഡ്യൂറിങ് മൈ ലേബർ പെയിൻ ടൈം, ലേബർ വാർഡിൽ. പിന്നെ അത് ക്ലോസ്ഡ് ആണല്ലോ, വേറൊരാൾ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ധൈര്യം ഉണ്ടെന്നും കൂടെ പറയാൻ. ആൻഡ് അവരുടെ ഏറ്റവും വൾണറബിൾ സ്റ്റേറ്റും കൂടെ ആയിരിക്കുമല്ലോ, പെയിനാണ്, ഒരു കുഞ്ഞ് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഇങ്ങനെ ഒരു വൾണറബിൾ സ്റ്റേറ്റിൽ കൂടെയാണ് ഇവർ സംസാരിക്കുന്നത്. പുറത്ത് വന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചായിരിക്കും പറയുന്നത്. ആ സമയത്ത് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെയൊന്നും പറയാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. പറഞ്ഞാലും പറയാൻ പോട്ടെ, സാരമില്ല, ഇപ്പം എല്ലാം സേഫ് ആയില്ലേ, കുഞ്ഞ് സേഫ് ആയില്ലേ, നീ സേഫ് ആയില്ലേ, മരണമൊന്നും പെട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, നമുക്കതങ്ങ്. അങ്ങനെയാണ് കൂടുതൽ പേരും പുറത്ത് വന്ന് ഈ അമ്മ ഈ എക്സ്പീരിയൻസ് പറയുമ്പോൾ എടുക്കുന്നത്. ഇപ്പം പ്രഗ്നന്റ് ആകാൻ ഏത് പ്രായത്തിലായിരിക്കും ഏറ്റവും നല്ല സമയം? ആക്ച്വലി ഫിസിയോളജിക്കലൊക്കെ നോക്കുവാണെങ്കിൽ ബിറ്റ്വീൻ 22 and 30. സെക്കൻഡ് ചൈൽഡ് 35. അതിൽ നിങ്ങൾ കൂടുതൽ ചിൽഡ്രൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 35-ന് മുന്നേ എല്ലാം നിർത്തുന്നത് ബെറ്റർ ആയിരിക്കും എപ്പോഴും. 18 ഇയേഴ്സിലെ സ്കിന്നെല്ലാം നമുക്ക് 25-ലെ സ്കിന്നെല്ലാം നമുക്ക് ഏജ് ആകുമ്പോൾ റിങ്കിൾസ് വരുന്നു. അതുപോലെ തന്നെ അനദർ ഓർഗനാണ് യൂട്രസും. യൂട്രസിന് അതിൻ്റേതൊരു കാലപരിധിയുണ്ട്.
വുമൺ വിൽ ഗോ ടു മെനോപോസ്. ആ ഒരു ടൈം ഒരു 45-50 ആകുമ്പോൾ മെനോപോസ് ഉണ്ടാവും. ഇപ്പോൾ എഗ്ഗ് ക്വാളിറ്റി ആയാലും അതുപോലെ തന്നെ യൂട്രസിൻ്റെ അത് ഹോൾഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ആയാലും ഡെലിവറി ചെയ്യാനുള്ള ക്വാളിറ്റി ആയാലും അതൊക്കെ ബാധിക്കും. പുരുഷന്മാർ കുറച്ചും കൂടെ നാൾ ദെയർ ഫെർട്ടിലിറ്റി ലാസ്റ്റ് ഫോർ ലോങ്ങർ പീരീഡ് 65-70 ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാവും. ക്വാളിറ്റി ചിലപ്പോൾ ഡിപ്രീഷിയേറ്റ് ആവും. നിങ്ങളുടെ ഹെൽത്ത് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചും കൂടെ വ്യത്യാസപ്പെടും. പക്ഷേ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ മെനോപോസ് 45-50 ആണ്. അതിന് മുന്നേ യൂട്രസിൻ്റെ കപ്പാസിറ്റിയും ഇതൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞിരിക്കും. ലേറ്റ് ആയിട്ട് പ്രഗ്നന്റ് ആകുന്ന ആൾക്കാർ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് ഒരുപാട് ഇഷ്യൂസ്, ഡെവലപ്മെന്റ് ഡിലേസ്, ഓട്ടിസം കൂടുതലാവാം. പിന്നെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, ഡയബറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ BP ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെലിവറി കോംപ്ലിക്കേഷൻസ്, C-സെക്ഷനിലുള്ള ചാൻസസ് കൂടുതലാണ് ഏജ് ആകുമ്പോൾ. സ്പോണ്ടേനിയസ് ലേബറിലോട്ട് പോവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ 20 to 30 ഇയേഴ്സിൽ പൊതുവേ അവർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ നോളജ് ഇതിനെപ്പറ്റി ഉണ്ടാവില്ല. അത് ഇപ്പോൾ ഒരു 30 വർഷം 40 വർഷം മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കണ്ടീഷൻ അല്ല അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടുണ്ടായ ആൾക്കാരുടെ. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിവ് എങ്ങനെയാ കിട്ടുക? അതെ, അവിടെയാണ് ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ കറക്റ്റ് റോള് പ്ലേ ചെയ്യുന്ന ഒരിടം. ബിക്കോസ് ഞാൻ പറയാം, ദർ ഈസ് ഇൻഫർമേഷൻ ഔട്ട് ദെയർ. ഓൺലൈനുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. എവറിബഡി ഈസ് പോസ്റ്റിംഗ് സോ മച്ച് കോണ്ടന്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഇതെല്ലാം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല, അത് ക്രെഡിബിൾ സോഴ്സും ആവണമെന്നില്ല. ചിലരൊക്കെ അവരുടെ ഇൻഫർമേഷൻ, അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത്. സോ അപ്പോൾ തന്നെ കൺഫ്യൂസിങ് ആണ്, ടു മച്ച് ഓവർലോഡാണ്. ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പം അതങ്ങനെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി റൈറ്റ് ഓർ റോങ്. അവിടെ ഒരു അനാലിസിസ് വരുന്നില്ല. സോ ദെയർ പ്ലേസ് ഇമ്പോർട്ടൻസ് ഓഫ് എ ചൈൽഡ് ബർത്ത് ക്ലാസ്സസ്, പ്രോപ്പർ ചൈൽഡ് ബർത്ത് ക്ലാസ്സസ്. അത് ഹോസ്പിറ്റൽസ് അറേഞ്ച്ഡ് ആവാം, ഡോക്ടേഴ്സ് അറേഞ്ച്ഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഡോക്ടർ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ബിക്കോസ് ദേ നോ യു ബെറ്റർ. പിന്നെ ഈ നമ്മുടെ വീട്ടിലുള്ളവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രസവിക്കുന്നത് കൂടുതലും മില്ലേനിയൽസ് ആയിരിക്കുമല്ലോ. ഇവരുടെ മദേഴ്സിന് ആക്ച്വലി വലുതായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല പറയാൻ. അവരുടെ ഹോസ്പിറ്റൽ ബർത്ത് ആയിരിക്കും, അവർ മറന്നിട്ടുണ്ടാവും. പക്ഷേ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരായിരിക്കും കൂടുതൽ ഒപ്പീനിയൻസ് പറയുന്നത്. അതിൽ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, ചിലത് പറയാൻ പറ്റില്ല, മിത്തായിരിക്കാം. അതായത് ഇപ്പം എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ള കാര്യത്തിനെ പറ്റി ഞാനും വൈഫും തമ്മിൽ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ എന്തായിരിക്കണം? നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയ രീതിയിൽ പാരൻസ് ആയി പോകാനോ വേണ്ടിയിട്ടുള്ള. ബയോളജിക്കലിയാണ് പറഞ്ഞത്, ബിറ്റ്വീൻ 20 and 30 ഒക്കെ ഫസ്റ്റ് ചൈൽഡ്. പക്ഷെ കുറേ ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു പ്രഗ്നൻസി, നല്ലൊരു ബർത്തിന് വേണ്ടിയിട്ട് അത് സോഷ്യൽ ആവാം, ഫിനാൻഷ്യൽ ആവാം. ഇപ്പോൾ ഫിനാൻഷ്യലി ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പിന്നെ ഒന്നാണ് കരിയർ. കുട്ടി കാരണം എൻ്റെ കരിയറിന് പ്രശ്നം ഉണ്ടാവും, എനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, എനിക്ക് ഇൻകം ഉണ്ടാവില്ല എന്നൊരു തോട്ടും വെച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ ബെറ്റർ നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്ത് കരിയറിൽ ഡെവലപ്മെൻറ്റ് വന്നതിന് ശേഷം ബേബിക്ക്. കാരണം കുഞ്ഞിനെ പ്രസവിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് അതിന് ടൈം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം, എപ്പോഴെങ്കിലും ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാനോ അറ്റൻഡ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ എന്തായാലും ബാധിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനൊരു ബ്ലെയിമും കൂടെ ഉണ്ടെങ്കിൽ, നീ കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നീ കാരണം ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡിപ്പെൻഡൻ്റ് ആണ്, വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ ആ കുഞ്ഞിനൊരു ട്രോമ കൊടുക്കുന്നതിൽ ബെറ്റർ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കരിയറൊക്കെ ആയതിന് ശേഷം കൊടുക്കുന്നത്. അതാണ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഇൻ ഓൾ ആസ്പെക്ട്സ്. നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം സ്മോക്ക് ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 1 year മുന്നേ തന്നെ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. മിനിമം 3 months രണ്ടുപേരും. അതായത് സ്പേം ക്വാളിറ്റി ഓൾസോ ഡിപ്പെൻഡ്. സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പേം ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും സ്വിച്ചിങ് ടു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 3 months, മാക്സിമം ഓഫ് 1 year, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പിടിച്ചാലും അത് നല്ലത് തന്നെ. പക്ഷെ മിനിമം ഓഫ് 3 months നിങ്ങൾ വർക്ക്ഔട്ട്സും ഒരു പ്രോപ്പർ ഡയറ്റും ഒക്കെ നോക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടോ അതോ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ജനറൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ മതി. ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം ഇൻ കൺസീവിങ്, നിങ്ങൾ ട്രൈ ചെയ്തു 6 months 1 year അല്ലെങ്കിൽ 2 years ആയിട്ട് നിങ്ങൾ കൺസീവ് ആവുന്നില്ല എങ്കിൽ യു ക്യാൻ കൺസൾട്ട് എ ഡോക്ടർ. അതർവൈസ് നമുക്കിപ്പോൾ എല്ലാവർക്കും അവയർനെസ് ഉണ്ട് വാട്ട് ഈസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. വർക്കൗട്ട് വേണം, ഫുഡ് ബാലൻസ്ഡ് ആയിരിക്കണം, അങ്ങനത്തെ ഉള്ളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതേ നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്താൽ മതി. ബട്ട് പിന്നെ കൺസെപ്ഷന് ചാൻസസ് ഡിലേ ആവുന്നുണ്ട് എങ്കിൽ ഒരു 1 year അല്ലെങ്കിൽ ഒരു 1.5 ഒക്കെ ആയിട്ടും കൺസീവ് ആവുന്നില്ലെങ്കിൽ യു മസ്റ്റ് ഡെഫിനറ്റ്ലി കൺസൾട്ട് ഡോക്ടർ. കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. അതിൽ ഈ പറയുന്ന ഹസ്ബൻഡും വൈഫും മാത്രമായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക. ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് മാറ്റങ്ങൾ, ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് കൺസീവ് ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു മസ്റ്റ് മൂവ്.
മാക്സിമം ഫസ്റ്റ് 3 months ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ്, നോസിയൊക്കെ എക്സ്ട്രീം നോസിയ ഉള്ളവർക്കൊന്നും ചിലപ്പം മൂവ്മെൻറ്റ് ഈസി ആവണമെന്നില്ല. വർക്കൗട്ട് ചെയ്യാനോ പ്രോപ്പർ ഡയറ്റ്, അവർക്ക് എന്തെങ്കിലും പറ്റുന്നത് കഴിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഓപ്ഷൻ. അവർ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ളത് എന്തെങ്കിലും ചെല്ലുക എന്നുള്ളതായിരിക്കും. അതർവൈസ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ഹെൽത്തി ഡയറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ജോയിൻറ്റ് ഫാമിലിയെക്കാട്ടി ബെറ്റർ രണ്ടുപേര് താമസിക്കുമ്പോഴായിരിക്കും. കാരണം ദേ ക്യാൻ ചൂസ്. ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി പോയി ഡയറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് 100 അഭിപ്രായം വരും. ഒപ്പീനിയൻസ് ഉണ്ട്. എല്ലാരും പറയും ക്യാരി ചെയ്യുന്ന സമയത്ത് ഒരാളിന് കഴിച്ചാൽ പോരാ, നീ ഇനി കഴിക്കുമ്പോൾ 2 പേർക്കാണ് കഴിക്കേണ്ടത്. ദാറ്റ്സ് എ കംപ്ലീറ്റ് മിത്ത്. അതുപോലെ തന്നെ പ്രശ്നമുള്ള മറ്റൊരു കാര്യമാണ്, സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കൂടുതലും ഈ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കുക എന്നൊരു പരിപാടി ഇപ്പൊ കുറവാണ്. എന്നാലും അങ്ങനെ ഒരു പരിപാടിയുണ്ട്. കൂടുതൽ കെയർ കിട്ടാനെന്നുള്ള പേരിൽ കൊണ്ടുപോകുന്നു. ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അന്നേരം തോന്നുന്ന ക്രേവിങ്സും ഇതൊക്കെ കാണിക്കുന്ന എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുത്തിട്ട് അതിന് ഒബീസാക്കി എടുത്ത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുമോ ആ ലെവലിലേക്കൊക്കെ അത് കൊണ്ടുപോകാറുണ്ട്. പണ്ട് ആക്ച്വലി ദെർ വാസ് എ ഷോർട്ടേജ് ഓഫ് ഫുഡ്. വീട്ടിലെല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടണം എന്നില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഒരു പരിഗണന കൊടുത്തിട്ട് കുറച്ചുകൂടെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെയൊക്കെ പേരൻസ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ 9 പേര് അല്ലെങ്കിൽ 10 മക്കളുണ്ട്, ചിലപ്പോൾ അവസാനം വരുന്ന ആൾക്ക് കഞ്ഞിവെള്ളം മാത്രമേ കിട്ടുള്ളൂ, അതിനകത്ത് ചോറ് കാണത്തില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ ഒരു സമയത്ത് ഫുഡ് ഷോർട്ടേജ്, നല്ല ന്യൂട്രിയൻ, ഇപ്പോഴും നമ്മൾ മിക്കവാറും ചിക്കനും ബീഫ് മട്ടനും എല്ലാം അവൈലബിൾ ആണ്. അന്നൊന്നും അത് ഭയങ്കര റെയറാണ്. അപ്പോൾ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടാകും കുറച്ചുകൂടെ കഴിക്കാൻ, ബാക്കിയുള്ളവർ കൊടുക്കാനും കൂടെ ഒക്കെ ഉള്ളൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ 2 പേർക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും നമുക്ക് ആമ്പിൾ സപ്ലൈ ഉണ്ട്. എന്ത് ഫുഡ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് നാട്ടിൽ വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനൊരു കാലഘട്ടത്തിൽ അപ്പോഴും അത് വെച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് ഇസ് എ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ആക്ച്വലി ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, നോർമൽ ഡയറ്റ് കഴിക്കുക, 100 or 120 കലോറീസ് ആവശ്യമുള്ളൂ. ഇഫ് ദർ ഈസ് നോ അതർ ഇഷ്യൂസ്, അല്ലെങ്കിൽ അത്ര ലോവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് നോർമൽ ഫുഡ് വാട്ട് യു യൂസ് ടു ഈറ്റ്, ഹെൽത്തി സ്വിച്ച് ചെയ്യുക, ഹോം മെയ്ഡ് സ്വിച്ച് ചെയ്യുക, ജങ്ക് മാക്സിമം കുറയ്ക്കുക. കാരണം പ്ലാസൻ്റ വിൽ നോട്ട് ഫിൽറ്റർ എവറി കെമിക്കൽസ്. ഈ MST അജിനാമോട്ടോ എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലാത്ത, അല്ലെങ്കിൽ ടേസ്റ്റ് എൻഹാൻസേഴ്സ് ഇല്ലാത്ത ഫുഡ് ഇല്ല. റെസ്റ്റോറൻറ്റ്സിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് റോ മീറ്റിലാവാം, അല്ലെങ്കിൽ അല്ലാതെ റെസ്റ്റോറൻറ്റ്സിലാവാം. ഇതെല്ലാം നമ്മുടെ ബോഡിയിലേക്കാണ്, അത് നമ്മുടെ ബ്ലഡിലേക്കാണ്. ഈ ബ്ലഡ് തന്നെയാണ് ബേബിക്കും ചെല്ലുന്നത്, ലൈക്ക് ത്രൂ ദ പ്ലാസൻ്റ, ത്രൂ ദ അംബലിക്കൽ കോഡ് കുഞ്ഞിനും ചെല്ലുന്നത്. സോ അതിൻ്റെയൊക്കെ നമ്മളുടെ പോലെയല്ല, കുഞ്ഞ് കിഡ്നിയും കുഞ്ഞ് ഹൃദയവും കുഞ്ഞ് ബ്രെയിനും ഒക്കെയാണ്. അത് ഡെവലപ്പ് ചെയ്യുന്ന ആ ടൈമിൽ കെമിക്കൽസിനോട് മാക്സിമം നമ്മൾ ഇൻവോൾവ് ആവാതിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ. ചില ആൾക്കാർ ഈ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് മീൻസ് ഈ ഡയബറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരാറുണ്ടല്ലോ. എൻ്റെ വൈഫ് അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിട്ടില്ല, പക്ഷെ അതിൻ്റെ ബോർഡർ വരെ എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഞാനാണ് ആ ഒരു ഡയറ്റെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആയിട്ടുള്ള തെറികൾ മൊത്തം ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇവിടെ ഇമോഷണലി ആൾക്കാർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ മനസ്സിൽ അതൊരു ചോദ്യമായി, അതൊരു സംശയമായി മാറി മറ്റെന്തെങ്കിലും ചൂസ് ചെയ്യും. ഞാൻ ചെയ്തത്, ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അഡ്വൈസ് എടുത്തു, അറിയുന്നവരോട് ചോദിച്ചിട്ടാണ് ഞാനതെല്ലാം ചെയ്തത്. കുഞ്ഞിൻ്റെ കണ്ടീഷൻ ഡെലിവറി സമയത്ത് കുറച്ച് വെയിറ്റ് കൂടിപ്പോയി എന്നുള്ളതല്ലാതെ കുറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നേരം ബാക്കിയുള്ളവരെല്ലാവർക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ ഭക്ഷണം ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം. ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, ഈ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഡയബറ്റീസ്, ആക്ച്വലി അത് ഡയറ്റിൽ കൂടെ കൂടുതലും കൺട്രോൾ ചെയ്യാം. ആ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഫ്ലൂയിഡ് കൂടുതലാവാം, ബേബിക്ക് വെയിറ്റ് ഡിഫറൻസസ് വരാം, നോർമൽ ലേബറിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ക്ലിനിക്കലി അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾസോ നിങ്ങൾ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഓൾവേസ് ലുക്ക് ഫോർ ക്രെഡിബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഡോക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് പറയാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുക, അവരിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ് എപ്പോഴും ബെറ്റർ. കാരണം ഇപ്പം സോ മെനി അഡ്വൈസസ്, എവറിബഡി വിൽ ഹാവ് ആൻ ഒപ്പീനിയൻ. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പ്രഗ്നൻസി ആൻഡ് ബർത്ത്, എവറിബഡി വിൽ ബി ആസ്കിങ് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനിങ്ങും അഡ്വൈസസും ആണ് ലോഡഡ് അപ്പ് ചെയ്യുന്നത്. ഓൾവേസ് ഷട്ട് യുവർ ഇയേഴ്സ്, കേൾക്കേണ്ടവരെ കേട്ടോണ്ടിരിക്കുക, ഓക്കെ പറയുക, ആൻഡ് കളക്ട് ക്രെഡിബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഡാറ്റാസൊക്കെ ഇപ്പോൾ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ പുറത്തുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസർച്ച് ഒക്കെ ചെയ്യണവരൊക്കെ ആണെങ്കിൽ അത് കഴിക്കാമോ ഇത് കഴിക്കാമോ, വി ഹാവ് ഇറ്റ് ഇൻ ഓൺ ദ ടിപ്പ് ഓഫ് അവർ ഫിംഗേഴ്സ്. അതിപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ നോക്കി മാനേജ് ചെയ്യാതെ ആസ്റ്റ് യുവർ ഡോക്ടർ. പ്രൈമറി നിങ്ങളുടെ ഡോക്ടർ ആരാണോ അവർക്ക് തന്നെ ആയിരിക്കും കൂടുതൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ബേബിയെക്കുറിച്ചും അറിയാവുന്നത്. പ്രഗ്നൻസി അല്ലാതെ എന്ത് കാര്യമാണെങ്കിലും ടു മച്ച് ഇൻഫർമേഷൻ ഉണ്ട്. സോ ചൂസ് വൈസ്ലി. ഇപ്പോൾ നമുക്ക് ഇന്റേണലി ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും ഈ അമ്മ തുടങ്ങുന്ന സമയത്ത്.
മൂഡ് സ്വിങ്സ് ഉണ്ട്, ഛർദി വരാറുണ്ട്, ഒരുപാട് ഭക്ഷണത്തോടുള്ള വെറുപ്പും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്? ഈ ഫസ്റ്റ് 3 മന്തിലെ നോസിയ അതുപോലെ തന്നെ ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ കോമൺ ആണ്. അത് ഇന്ന കാരണം കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ഇറ്റ്സ് ഡിഫർ ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. ചിലപ്പോൾ എല്ലാ ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം, അയാൾക്കും ഈ നോസിയ ഫസ്റ്റ് 3 മന്ത്സ് ഇഷ്യൂസ് വരാം. അൺഹെൽത്തി ആണെങ്കിലും ഇഷ്യൂസ് വരാം. ഇറ്റ് ഡാറ്റാസ് ഹാസ് ടു കം ഔട്ട്. അതിന് നല്ലൊരു പ്രോപ്പർ റിസർച്ച് ബേസിസിലൊക്കെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റാസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടായിരിക്കാം. മെയിൻലി ദ ബേസിക് ഈസ് ഡ്യൂ ടു ഹോർമോണൽ ഡിഫറൻസസ്. അത് ശരിക്കും ഇതിൻ്റെ പാർട്ടാണ്. ദറ്റ് ഷുഡ് ഹാപ്പൻ. അതാണ് അതിൻ്റെ ഒരു നോർമൽസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൂടുതൽ കേസിൽ. പിന്നെ ചിലർക്ക് ഉണ്ടാവാറില്ല. അത് ഡിപ്പെൻസ്. അത് കറക്റ്റ് എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വരും ഇന്ന ആൾക്ക് വരില്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ അല്ല. ഫസ്റ്റ് 3 മന്ത്സ് ചിലർക്ക് ഡിഫിക്കൾട്ട് ആണ്. കൂടുതലും അത് അനുഭവിക്കുന്നത് പാർട്ട്നേഴ്സാണ്. മൂഡ് സ്വിങ്സ് ആയാലും ദേഷ്യം ആയാലും ഭക്ഷണത്തിനോടുള്ള വിരക്തി ആണെങ്കിലും എല്ലാം സർവൈവ് ചെയ്യേണ്ടി പോകേണ്ടത് പാർട്ട്നേഴ്സ് തന്നെയാണ് ഒബ്വിയസ്ലി. കാരണം അവരോടായിരിക്കും ഇതൊക്കെ പ്രകടിപ്പിക്കുന്നത്. അത് നമുക്ക് ആക്ച്വലി ഇറ്റ്സ് എ കണ്ടീഷൻ. അത് നമ്മൾ അങ്ങനെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓൾസോ നമ്മുടെ ഫാമിലീസൊക്കെ ഇങ്ങനെ പറയും കഴിക്കുക കുടിക്കുക എന്നൊക്കെ, പക്ഷെ അവർക്കത് പറ്റില്ല. നോസിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ലൈക്ക് ദേ വിൽ ബി ഓൾസോ സ്ട്രഗ്ലിങ്. അത് ശരിക്കും ഇറ്റ്സ് എ ഹ്യൂമൻ, ഒരു ഹ്യൂമനാണ് ഉള്ളിലുണ്ടാവുന്നത്. ലൈക്ക് ദർ ഇസ് എ ഹാർട്ട്, ദർ ഇസ് എ ബ്രെയിൻ, കിഡ്നി, ലിവർ, ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഫങ്ഷൻ ചെയ്യുന്ന ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതിന് എന്തായാലും കുറച്ച് എഫേർട്ടും കുറച്ച് സ്ട്രഗിളൊക്കെ വേണ്ടി വരുമല്ലോ. ഇപ്പം പലരും ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാതെ ഇതൊരു രോഗാവസ്ഥ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചുമ്മാ പോയി എവിടെയെങ്കിലും അടച്ചുകൂടിയിരിക്കുക, കിടക്കുക, ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കുക, കൂടെ ഉള്ളവർ റെസ്റ്റ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു കണ്ടീഷനാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം അത് ശരിക്കും ശരിയായിട്ടുള്ളൊരു രീതിയാണോ അതോ എന്തെങ്കിലും? അത് മൂവ്മെന്റ് ഇസ് നോർമൽ ആക്ടിവിറ്റി ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഇങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുന്നത്, പ്രഗ്നൻസി ഇസ് നോട്ട് എ ഡിസീസ്, അങ്ങനെ ഒരു മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ഡിസീസ് ഒന്നുമല്ല. പക്ഷെ ആദ്യത്തെ ഒരു 3 മന്ത്സ് നോസിയ അല്ലെങ്കിൽ നല്ല ഛർദിലുണ്ട്, ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ദേ ക്യാൻ റെസ്റ്റ്. ലെറ്റ് ദം ഡിസൈഡ്. വേറെ ആൾക്കാർ അഭിപ്രായം പറയാത്ത ലെറ്റ് ദം ഡിസൈഡ് വാട്ട് ദേ ഹാവ് ടു ഡു. ഇഫ് ദേ ഫീൽ ലൈക്ക് റെസ്റ്റിംഗ് ദേ ഷുഡ് റെസ്റ്റ്. ഇത് ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യം പറഞ്ഞത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരുടെ കാര്യം പറഞ്ഞത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ദ റെസ്റ്റ് ഇസ് എ ബിഗ് നോ. ആക്ടിവിറ്റീസ് വേണം, മൂവ്മെൻറ്റ്സ് വേണം. മുന്നേ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പ്രഗ്നൻസിയിൽ മെയിനായിട്ട് പുതുതായിട്ട് വർക്കൗട്ട്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. നോട്ട് ബിക്കോസ് ഇറ്റ് വിൽ ഹാം ദ ബേബി, അങ്ങനെയൊന്നുമല്ല. നമുക്ക് പുതുതായിട്ട് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. ഇപ്പം വേറെ അതർവൈസ് പ്രഗ്നൻ്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ തന്നെ ജോയിൻറ്റ് ചിലപ്പോൾ നരമ്പുകൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരാറുണ്ട്. പിന്നെ മസിൽ സോർനെസ്. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ജിമ്മിൽ പോയി കഴിയുമ്പോൾ പിന്നെ 2 ദിവസം ഭയങ്കര പെയിൻ അല്ലേ, മസിൽ പെയിൻ അല്ലേ. അപ്പോൾ ഓൾറെഡി പ്രഗ്നൻസിയിൽ ബാക്കി ഡിസ്കംഫേർട്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മസിൽ പെയിനും കൂടെ അങ്ങനെ സോർനെസ്സും കൂടെ വരുത്തി വയ്ക്കാതിരിക്കാനും, അല്ലെങ്കിൽ വല്ല ലിഗമെന്റ് ടിയർ, അതൊക്കെ എല്ലാ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരാൾ പുതിയൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു വീക്ക് പീരീഡും കൂടെയാണ്. നമ്മുടെ ബോൺസ്, ലിഗമെന്റ്സ് ഒക്കെ ലൂസായിട്ടും ബോൺസ് ഒക്കെ ഒന്ന് കുറച്ച് സബ്റ്റിലായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പീരീഡും കൂടെയാണ് പ്രഗ്നൻസി. അപ്പോൾ പുതിയതായിട്ടൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഈ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും ഈ ഒരു സമയത്ത്? യൂട്രസ് ഒരു പെൽവിക് ഓർഗനിൽ നിന്ന് മാറി അത് ബോഡിയിലേക്ക് വളരുകയാണ്. ലൈക്ക് നമ്മുടെ ഇടുപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഓർഗനാണ് യൂട്രസ്. അതിങ്ങനെ മുകളിലേക്ക് ലൈക്ക് എ ബലൂൺ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ മുകളിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട്. നമ്മുടെ ഡയഫ്രത്തിൻ്റെ അടുത്തൊക്കെ വരെ, ഈ ബ്രസ്റ്റ് ബോണിൻ്റെ അവിടെ വരെയാണ് ലാസ്റ്റ് ടൈമിൽ ഒരു 8 മന്ത്സിൻ്റെ ലാസ്റ്റൊക്കെ യൂട്രസ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നാൾ അവിടെ വേറെ ഓർഗൻസും വേറെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതെല്ലാം ദേ ഗീവ് സ്പേസ് ഫോർ ദ യൂട്രസ് ടു അക്കമഡേറ്റ്, ആ ബേബി അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി. അതെല്ലാം സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അങ്ങനെ ഹാർട്ട് ബേൺസ്, ഇൻറ്റസ്റ്റൈൻസിനൊന്നും സ്പേസ് കുറവാണ്. അവർക്ക് ഇത് ഫുഡ് മൂവ് ചെയ്യാനും കോൺട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കും. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ, നമ്മുടെ ഈസോഫാഗസ് ഒക്കെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്താണ് ഫുഡിന് താഴേക്ക് പോകുന്നത്. അപ്പം ഈ യൂട്രസ് കോൺട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രീമെച്ചർ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ബോഡി യൂഷ്വലി ഈ കോൺട്രാക്ട് ചെയ്യുന്ന ഹോർമോണൊക്കെ ഒന്ന് കുറയ്ക്കും. അങ്ങനെ ഹാർട്ട് ബേൺസ്, ബാക്കി ഇഷ്യൂസ്, ഇൻഡൈജഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, മൊത്തത്തിൽ ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ്. പെൽവിസിനായിരിക്കും മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത്. കാരണം പെൽവിസ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു അക്കമഡേറ്റ് ദ ബേബി. ബോഡിയിലുള്ള എല്ലാ ബോൺസിനെയും അത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം വേണമല്ലോ, അങ്ങനെ കാൽഷ്യം ഡിപ്ലീഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് റിസ്കി, നോട്ട് റിസ്ക് ടു ദ ബേബി. നിങ്ങൾക്ക് കയ്യോ കാലോ ഓടിയാനോ ലിഗമെന്റിയറോ അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെയിൻ കില്ലർ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയി കിടക്കേണ്ടി വരും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഒരു സർജറി ഒക്കെ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നാൽ വിത്ത് ദ ബേബി ഇറ്റ്സ് നോട്ട് പോസിബിൾ.
ഇൻ കേസ് ഇതുവരെ വർക്കൗട്ട് ചെയ്തിട്ടില്ലാത്തവർ, ലൈക്ക് പ്രഗ്നൻ്റ് ആയിട്ട് ഇതുവരെ ഇതിനു മുന്നേ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ആദ്യം ഒന്ന് നടന്നു നോക്കുക. റൊമാൻറ്റിക് വാക്കൊന്നല്ല, ബ്രിസ്ക് വാക്കിംഗ്. നല്ല കൈയൊക്കെ വീശിയിട്ട് ആദ്യം നിങ്ങളൊരു 5-10 മിനിറ്റ്, ലോ റിസ്ക് പ്രഗ്നൻസി ആണ്, ഡോക്ടർ മൂവ്മെൻ്റ് ഒക്കെ അഡ്വൈസ്ഡ് ആണ് എങ്കിൽ നിങ്ങളൊന്ന് 10 മിനിറ്റ് നടന്നു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇഷ്യൂസോ ഒന്നും ഇല്ലെങ്കിൽ അത് പിറ്റേ ദിവസം ഒരു 12 ആക്കുക, പിന്നെ അതൊരു 14 ആക്കുക. ബൈ ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി യു ഷുഡ് വാക്ക് അറ്റ്ലീസ്റ്റ് 40 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് വാക്ക്. 40 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് വാക്ക് നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസിക്കും ഹെൽത്തി ലേബറിനും അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം റിക്കവറിക്കും അഡ്വൈസബിൾ ആണ്. അതിപ്പം സ്ക്വാട്ടിങ് ആവാം. നിങ്ങൾ ആദ്യം ഒരു സ്ക്വാട്ട് ചെയ്ത് നോക്ക്, പിന്നെ ഒരു 2 എണ്ണം ചെയ്ത് നോക്ക്. ഗ്രാജുവലി യു ക്യാൻ ഇംപ്രൂവ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരുടെ കാര്യമാണ്. ഇഫ് എന്തെങ്കിലും ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ദാറ്റ്. ആ പോയിന്റിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് 3 ദിവസം ഇതേ പ്രോബ്ലം ഒരേ എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ദാറ്റ് വർക്കൗട്ട്. അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വേറെ കുറേ വർക്കൗട്ട് ഉണ്ടാവും. ഡെയിലി ഒരു 1 hour ഓഫ് ആക്ടിവിറ്റി, നല്ല സ്റ്റെർനസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ഉള്ള ആക്ടിവിറ്റി ചെയ്യുക. ലൈക്ക് സേഫ് ആയിട്ടുള്ള പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടാവുന്നതാണ്. ഈ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ക്രേവിങ്സ് ഉണ്ടാവും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ട്, അതായത് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അന്നേരം നമുക്ക് സപ്ലിമെന്റ്സ് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ? ക്രേവിങ്സ് റിലേറ്റഡ് ടു ഡെഫിഷ്യൻസി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു പ്രൂവൺ സാധനമൊന്നുമില്ല. വി ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ്, വി പ്രിഫറബിളി ഡു ലൈക്ക്, നമുക്ക് അല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രേവിങ്സ് ഉണ്ടല്ലോ. മഴ പെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിലപ്പോൾ ചൂടായിട്ടുള്ള കട്ടനാണ് കുടിക്കാനായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ക്രേവിങ്സ് എല്ലാവർക്കും എല്ലാ ടൈമിലും ഉണ്ടാവാം. PMS ടൈമിലൊക്കെയും ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. ഇറ്റ്സ് ദ ഹോർമോൺസ് ഡൂയിങ് സംതിങ്. ചിലപ്പോൾ കുറച്ച് മധുരമായിരിക്കും, ചിലപ്പോൾ കുറച്ച് പുളിപ്പായിരിക്കും. ഓൾസോ ടോക്കിംഗ് അബൌട്ട് ദ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ റാൻഡമായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. പിന്നെ ഈ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് വളരെ ഒരു കൈൻഡ് ഓഫ് ഡിബേറ്റ്സ് ആണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു 2024 ഒരു റിസർച്ച് നടന്നു അബൌട്ട് ദ പ്രീനാറ്റൽ വൈറ്റമിൻസ്. 42 പ്രീനാറ്റൽ വൈറ്റമിൻസ് ആണ് ചെക്ക് ചെയ്തത്. ഇതിൽ ഈ ലിസ്റ്റ് പറഞ്ഞ ന്യൂട്രിയൻസ് ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, ടോക്സിക് ആയിട്ടുള്ള മെറ്റൽസും കെമിക്കൽസും അതിനകത്തുണ്ടെന്നാണ്. സപ്ലിമെൻറ്റ്സിൽ പ്രീനാറ്റൽ വൈറ്റമിൻസ്, പ്രീനാറ്റൽ സപ്ലിമെൻറ്റ്സ് മാത്രമാണ് ടെസ്റ്റ് ചെയ്തത്. 42 ടൈപ്സ് ഓഫ്. ഇത് ഡോക്ടേഴ്സിന് ഇത് അറിയുന്നുണ്ടാവില്ല. പലപ്പോഴും ഈ ഡോക്ടേഴ്സ് തന്നെയാണല്ലോ ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യുക. പ്രഗ്നൻസിനാണെങ്കിലും അതർവൈസ് ആണെങ്കിലും കുറച്ച് വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ ഔട്ട്കംസ് ആണ് ഹെൽത്തിൽ. ഇപ്പോൾ D3 ഉണ്ടെങ്കിൽ നല്ല ബോൺ ഹെൽത്ത് ആയിരിക്കാം. അതുപോലെ തന്നെ ഫോളിക് ആസിഡ്, കുഞ്ഞിൻ്റെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ, ഓട്ടിസം ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഫോളിക് ആസിഡ് യൂസ് ചെയ്യുന്നൊക്കെയുള്ള ഡാറ്റാസ് ഉണ്ട്. ഫോളിക് ആസിഡ് വിൽ ഹെൽപ്പ് ഇൻ ബെറ്റർ ആയിട്ടുള്ളൊരു ന്യൂറൽ ഡിഫക്ട്സ് ഒക്കെ മാനേജ് ചെയ്യാൻ ഫോളിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് സഹായിക്കും. പക്ഷേ അത് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ്, ഈ ശരിക്കും ഇതിനകത്ത് ഫോളിക് ആസിഡ് ഉണ്ടോ, ഇതിന് ന്യൂട്രീഷനിലെ വാല്യൂ, ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ടോ ബോഡി, വെറുതെ കഴിക്കുന്നുണ്ട്, ഇത് ബോഡി അബ്സർവ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ കുറേ ടെസ്റ്റും കുറേ വാലിഡേഷനും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് ഇയാളുടെ എല്ലാ വൈറ്റമിൻസും എല്ലാ ന്യൂട്രിയൻസും ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെൻസീവും പ്രാക്ടിക്കലും ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇത് കൊടുക്കുകയാണ്, വേണ്ടവർക്കും വേണ്ടാത്തവർക്കും. ഈ ഡോക്ടേഴ്സിനും അറിയുന്നുണ്ടാവില്ല ഈ പ്രീനാറ്റൽ വൈറ്റമിൻസിനകത്ത് ടോക്സിക് മെറ്റൽസ് ഉണ്ടോ. ദേ ആർ ഓൾസോ ഗിവിങ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ദിറ്റ് വിൽ വർക്ക്, ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ളത്. എല്ലാവരെയും ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും പ്രോസസ്സുകളാണ്. കൂടുതലും ബെറ്റർ യു ഈറ്റ് ഹെൽത്തി ഹോം മെയ്ഡ് ഫുഡ്. ഈ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് പുതുതായിട്ട് വരുന്ന ബ്രാൻഡുകളെ അടുത്തൊരു ടെസ്റ്റിംഗ് രീതിയിലോട്ട് പോവാന്നോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സത്യങ്ങളാണ്. ബട്ട് നോട്ട് ഓപ്പൺലി ടോക്കിംഗ്. യെസ്, പക്ഷെ അത് ഓപ്പൺലി ടോക്ക് ചെയ്യേണ്ട കാര്യമാണ്. സപ്ലിമെന്റ്സ് ആണ് എന്ന് പറഞ്ഞു നമ്മൾ എന്തും കഴിക്കും എന്നുള്ളൊരു, എസ്പെഷ്യലി ഓൺലൈൻ സപ്ലിമെന്റ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കുന്ന സപ്ലിമെന്റിനകത്ത് ആക്ച്വലി ന്യൂട്രിയൻസ് ഒന്നുമില്ല, ഒൺലി ടോക്സിക് തിങ്സ്. ഇത് ശരിക്കും ഇറ്റ്സ് ടെസ്റ്റ്. ഈ 2024 പ്രീനേറ്റൽ വൈറ്റമിൻസിന്റെ ഡാറ്റയിലാണ് സ്റ്റോർ ബോട്ടിനെക്കാട്ടി കൂടുതൽ ഓൺലൈൻ വാങ്ങിച്ച ഈ സപ്ലിമെന്റ്സിന് ഇതൊന്നുമില്ല, ഈ ഗുണങ്ങളൊന്നുമില്ല. ഫോളിക് ആസിഡിനകത്ത് ഫോളേറ്റേ ഇല്ല, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഈ പറഞ്ഞ മാഫിയ മാത്രമല്ല, നമ്മൾ പേഷ്യൻ്റായിട്ട് പോകുന്ന നാട്ടുകാരുടെ കയ്യിലും വലിയൊരു പ്രശ്നമുണ്ട്. കാര്യം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ മരുന്ന് എഴുതിയില്ലെങ്കിൽ, അതെ, അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. ഇതൊരു കേസാണ്, നടന്നൊരു സംഭവമാണ്. ബർത്ത് എന്ന് പറഞ്ഞാൽ 1 to 10 സെന്റിമീറ്റർ ആവണം ഡൈലേഷൻ, ലൈക്ക് ദ യൂട്രസിൻ്റെ ഓപ്പൺ ചെയ്ത് വരണം. അതിങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. അതിങ്ങനെ 1 2 3 4 5 അങ്ങനെ 10 സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് ആക്ച്വലി ദ ബർത്ത് ഹാപ്പൻസ്. കാരണം ബേബിയുടെ ഹെഡിൻ്റെ സർക്കംഫറൻസും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ആവറേജ് എടുത്താൽ 10 ആണ്. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററിൽ ലേബർ ബെഡിൽ കിടന്ന് ഡോക്ടർ വീട്ടിലാണ്. കാരണം ഈ ഡോക്ടർ വന്നിട്ടൊന്നും ചെയ്യാനില്ല. 10 സെൻറ്റിമീറ്റർ ആവാതെ കുഞ്ഞ് പുറത്ത് വരില്ല, ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ. പക്ഷേ വീട്ടുകാർ പ്രശ്നം, ഡോക്ടർ വന്നില്ല, ഡോക്ടർ വരുന്നില്ല, ഡോക്ടർ അറ്റൻഡ് ചെയ്യുന്നില്ല, ഡോക്ടർ മോശമാണ് എന്നുള്ള പറച്ചിൽ. പക്ഷേ ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ
പറയാനില്ല. അവിടെ വന്നാലും നോക്കി കണ്ട ഓക്കെ ഒന്നും ചെയ്യാമല്ലോ, വെയിറ്റ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടി പാതിരാത്രി 1 മണിക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് പോയവരായിരിക്കുമല്ലോ ഉടനെ 1 മണിക്ക് ഡോക്ടറെ വിളിക്കണമെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെയുള്ള കേസസ് ഉണ്ട്. ഐ നോ എ ഫാർമസിസ്റ്റ്, ഒരു ഹോസ്പിറ്റലിൽ, ഒരു കേരളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റാണ്. സീ ഈസ് എക്സ്ട്രീംലി റിലീജിയസ് ആണ്, ഭയങ്കര സ്പിരിച്വലാണ്. വഴി കൂടെ പോകുന്ന ഒരാളുടെ പറമ്പിൽ നിന്ന് ഒരു മാങ്ങ എങ്ങാനും നമ്മൾ എടുത്താൽ അയ്യോ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ പറയുന്നത് ഞാൻ ഈ ജോലി നിർത്താണ്, എനിക്ക് വയ്യ കണ്ടിന്യൂ. ഞാൻ ചോദിച്ചാൽ എന്താ, എനിക്ക് കുറ്റബോധമാണ്. കാരണം നമ്മുടെ ഫാർമസിയിൽ എക്സ്പയറി ലിസ്റ്റ് എടുക്കും എല്ലാ മാസവും. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള മരുന്ന് ഡോക്ടർമാർ എഴുതണം. ഫാർമസിക്ക് നൽകി നഷ്ടമാണ്, എടുത്ത് വെച്ചിരിക്കുന്ന മരുന്നാണ്, എക്സ്പയറി ഡേറ്റ് ആവും, പിന്നെ അത്രയും പൈസ പോവും. അതുകൊണ്ട് ഇങ്ങനെ എഴുതും. ചിലപ്പോൾ അത് പറഞ്ഞ പോലെ ഈ സപ്ലിമെൻറ്റ്സ് ആവാം, കാൽഷ്യം ആവാം. അപ്പോൾ ആൾക്കാർ കാൽഷ്യം ഒക്കെ കഴിക്കാമല്ലോ, എന്നാൽ എനിക്ക് കാൽഷ്യം കുറവായിരിക്കും എന്ന് പറഞ്ഞ് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുമല്ലോ. മലയാളികൾ അങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന മരുന്ന് കൂടുതൽ എടുക്കുന്നവരാണല്ലോ. അങ്ങനെ ഈ ഫാർമസിക്കാർക്ക് കുറ്റബോധം, ഇത് ശരിയല്ല, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, ഞാൻ ഇനി ഫാർമസി ഫീൽഡ് വിടുകയാണ്. ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ സത്യമാണ്. ഡോക്ടറോ ഹോസ്പിറ്റലുകൾ മാത്രം, ഇറ്റ്സ് എ ബിസിനസ് ഓൾസോ. ഹെൽത്ത് ഒരു ബിസിനസ് ആകുമ്പോൾ ആയുർവേദ സൈഡിലോട്ട് വരുവാണെങ്കിൽ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഡാറ്റയുടെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. പൊതുവേ ഉള്ളൊരു 80-90% ആൾക്കാരും ഒരിക്കലും ഈ പറയുന്ന ആയുർവേദം പോകാറില്ല. മോഡേൺ മെഡിസിൻ ആണ്. കാര്യം എനിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. കാര്യം എൻ്റെ ജോലി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്ന. അത് മാത്രമല്ല, ഞാൻ കഴിക്കുന്ന എൻ്റെ ലൈഫ് സ്റ്റൈലിൽ, എൻ്റെ ജീവിത രീതിയിൽ ഞാൻ വെജിറ്റേറിയനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറ്റ് നോക്കി കഴിക്കുന്ന ആളായിരിക്കത്തില്ല. ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടാവാം. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഈ ആയുർവേദത്തിൻ്റെ രീതി പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് കയറുമ്പോൾ ആ മെഡിസിൻസ് നമ്മുടെ ശരീരം എത്രത്തോളം ചേർന്ന് പോകും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബേബിയെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയത്തോ നമ്മൾ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത് എത്രത്തോളം നമ്മുടെ രീതികളെ സപ്പോർട്ട് ചെയ്യും? പ്രഗ്നൻസിയിൽ എടുക്കുന്നത് ഭയങ്കര കുറവാണ്, പക്ഷെ പോസ്റ്റ് പ്രഗ്നൻസിയിൽ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഈ പ്രഗ്നൻസിയിൽ ഭയങ്കര കെയർഫുൾ ആണ് ആൾക്കാർ. ലൈക്ക് മരുന്നാണോ കഴിക്കുന്നത്, കൂടുതലാണോ, കുറച്ചും കൂടെ ഒരു കെയറുള്ള സമയമാണ് പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ നേരത്തെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും കൂടുതലും പ്രഗ്നൻസിയിൽ അങ്ങനെ എടുക്കുന്നത്. പക്ഷെ പോസ്റ്റ്പാർട്ടം കേരളത്തിൽ എല്ലാവരും ചെയ്യുന്ന സാധനമാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളതെന്ന് മാത്രമല്ല, കേരളത്തിലെ ഓരോ ജില്ലയിലും വ്യത്യസ്ത. ഇപ്പം അടുത്ത് കിടക്കുന്നതാണ് തിരുവനന്തപുരം, കൊല്ലം ഉണ്ടല്ലോ. കൊല്ലം ജില്ലയിലാണെങ്കിൽ 12 ദിവസം ദേഹത്ത് തൈലമൊക്കെ തേച്ച് തടവി ചൂട് കിഴിയൊക്കെ വെച്ചിട്ടുള്ള മസാജസ് ഒക്കെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലോട്ട് ഞാൻ ഇവിടോട്ടാണ് കല്യാണം കഴിച്ച് വന്നത്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അവിടെ ചൂട് വെള്ളത്തിൽ തോർത്തുണി മുക്കിയിട്ട് ദേഹത്ത് പിടിക്കലാണ്. അവിടെ ഈ ട്രഡീഷണലി ഓയിൽ മസാജ് അല്ലെങ്കിൽ ഈ കിഴിവെപ്പ് അങ്ങനത്തെ സാധനം അടുത്തടുത്ത് കിടക്കുന്ന ജില്ലകളാണേ. എന്നിട്ട് പോലും ഭയങ്കര ഡിസ്പാരിറ്റി ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട് അവിടുത്തെ ഇവിടുത്തെയും ട്രീറ്റ്മെൻറ്റിൽ. പിന്നെ ഇതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്ററാണ്. ഇതിപ്പോൾ ആരൊക്കെയോ വന്ന് ഇതൊന്നും പഠിച്ചിട്ടില്ലാത്തവരും ട്രെയിൻഡ് അല്ലാത്തവരും ഇങ്ങനെ ചെയ്ത് പഠിച്ച് ആശാമാരായവരായിരിക്കാം വീട്ടിലിപ്പോൾ നിർത്തുന്നത് കേരളത്തിൽ. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം സെൻറ്റേഴ്സ് ചിലപ്പോൾ കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കാം കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ എന്നാലും അത് കമ്പൽസറി ആണ്, ഇതിങ്ങനെ ചെയ്യണം, ഇത് ചെയ്താലേ ഇത് സംഭവിക്കുള്ളൂ, ഇല്ലെങ്കിൽ നടുവേദന വരും, ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും, അടുത്ത പ്രഗ്നൻസിക്ക് പ്രോബ്ലം ഉണ്ടാവും എന്ന് പറയുന്നിടത്താണ് പ്രോബ്ലം. ബിക്കോസ് കേരളത്തിൽ മാത്രമല്ലല്ലോ, ലോകത്ത് എന്തോരം സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. എവറി കൺട്രി അല്ലെങ്കിൽ എവറി പ്ലേസ് ഹാസ് ദെയർ ഓൺ വേ ഓഫ് പോസ്റ്റ്മോർട്ടം കെയർ. എല്ലാ നാട്ടിലും ഉണ്ട്. കാരണം ഫസ്റ്റ് 40 ഡേയ്സിലാണ് യൂട്രസ് ഒക്കെയും ഈ ഓർഗൻസ് ഒക്കെയും ബാക്ക് ടു സൈസ് ആയിട്ടൊന്ന് ഫിറ്റായിട്ട് വരാനൊരു 40 ദിവസം എടുക്കും. ലൈക്ക് ഓൾസോ പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ആവറേജ് പീരീഡാണ് 40 ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ രാജ്യത്തും പല ടൈപ്പ് ഓഫ് രീതികളും പല ട്രഡീഷൻസും കൊണ്ട് ഇത് അസോസിയേറ്റ് ചെയ്ത് തരും. പക്ഷെ ഇത്രയും എക്സ്ട്രീമായിട്ട് എനിക്ക് തോന്നുന്നു കമ്പൽസറി ആയിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ എന്തോ കുറ്റം ചെയ്യണ പോലെയുള്ള ക്രൂശിക്കുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ മാത്രമേ. ഭീഷണിപ്പെടുത്തി ചെയ്യിക്കലാണ് ഇത് കൂടുതലും പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ നിനക്ക് നല്ലോണം വേണ്ടിയിട്ട് ജീവിക്കേണ്ട, ഒരു 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി, എണീറ്റ് നിൽക്കാൻ പറ്റില്ല, നടുവേദനയാവും, നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ടോർച്ചറിങ് ഭയങ്കര കൂടുതലാണ്. ഇതൊരു പാക്കേജ് ആയിട്ടും പല രീതിയിലുമാണ് ഈ സാധനം റൺ ചെയ്യുക. എല്ലാവർക്കും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റി, ഇതൊരു ചടങ്ങാക്കി മാറ്റി, ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതമേ ഇല്ല എന്നുള്ളൊരു കണ്ടീഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് യാതൊരു അസുഖവും മെഡിക്കലി ഒരു അസുഖവും വരില്ല.
വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അസുഖം വരുള്ളൂ. അത് ഇത് ചെയ്തില്ല, ആയുർവേദ മസാജ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് നടുവേദന അല്ലെങ്കിൽ യൂട്രസ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെനോപോസ് ഏർലി ആവുന്നത്, മെനോപോസ് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും അതുമായിട്ട് കണക്ഷൻ ഇല്ല. ബട്ട് സ്റ്റിൽ ഇത് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുക്കണം. പറഞ്ഞാൽ ഇതുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും കടം വാങ്ങിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് ലൈക്ക് എ സ്പാ. കാരണം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബോഡി കുറച്ച് ടയേർഡാണ്, കുറച്ച് വീക്കായിട്ട് തോന്നും, ഷോൾഡർ പെയിൻ ഉണ്ടാവാം, ബാക്ക് പെയിൻ ഉണ്ടാവാം, അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ഇടമേന്ന് പറഞ്ഞിട്ട് നീരൊക്കെ കെട്ടാൻ സാധ്യതയുണ്ട്, ഈ വാട്ടർ റിട്ടൻഷൻ്റെ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട്. അപ്പോഴൊക്കെ ഒരാൾ വെറുതെ മസാജ് ചെയ്ത് തന്നാൽ നല്ല സുഖമാണ്. ആക്ച്വലി രാത്രിയൊക്കെ ഉറക്കം ഒഴിഞ്ഞിട്ട് നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ രാവിലെ ഞാനൊക്കെ ആഗ്രഹിച്ചു അവർ വന്നാൽ ദേഹമൊക്കെ ഒന്ന് തടയും, കൈയും കാലൊക്കെ ഒന്ന് തടയും. അങ്ങനെ അത് എൻജോയ് ചെയ്യുന്നവർക്ക് ആക്ച്വലി ദാറ്റ് ഇസ് ഒരു ലക്ഷറിയാണ്. ഈ ഒരു ലക്ഷറി ആയിട്ട് അതെടുത്താൽ നല്ല കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് എക്സ്റ്റേണൽ ഒരാൾ വന്നൊരു സ്ട്രേഞ്ചർ ബോഡി തൊടുന്ന ഇഷ്ടമല്ല, നേക്കഡായിട്ട് ഒരാളുടെ മുന്നിൽ കിടന്നു കൊടുക്കുന്ന ഇഷ്ടമല്ല, ഓയിലും ഒന്നും ഇഷ്ടമേ അല്ലാത്ത ഒരാൾ, ചിലർക്കൊന്നും ഓയിൽ ആ ടെക്സ്ചർ ഒന്നും ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരെ ഇങ്ങനെ നിർബന്ധിച്ച് ഇത് ചെയ്യിപ്പിക്കുമ്പോഴാണ് അത് പ്രോബ്ലമാറ്റിക് ആവുന്നത്. പണ്ടൊരു കഥയുണ്ട്, ഒരു ഗുരു ശിഷ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പൂച്ച കറങ്ങി നടക്കും. അപ്പൊ എപ്പോഴും ഈ പൂച്ച ശല്യം ചെയ്യുന്നതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, ഒരു ദിവസം പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടു. കുറെ നാൾ പഠിപ്പിച്ചു, പൂച്ച എന്നും വരുന്നു, പൂച്ച ഇങ്ങനെ കെട്ടിയിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആള് ക്ലാസ് എടുത്തു, ഒരുപാട് നാൾ കഴിഞ്ഞു, ഗുരു മരിച്ചുപോയി. അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ട്, പൂച്ച കെട്ടിയിട്ടതാണ് ആൾക്കാർ കണ്ട, ഇപ്പോൾ ഈ കുട്ടികൾ കാണുന്നത്. ഇവര് അടുത്ത് വീണ്ടും പൂച്ച കെട്ടിയിട്ട് തുടങ്ങി, അടുത്ത ആള് ക്ലാസ് എടുത്ത് തുടങ്ങി. പിന്നെ അതൊരു ചടങ്ങായി. പൂച്ചയെ കെട്ടിയിടാതെ ഈ പരിപാടി നടക്കില്ല, അത് ഈ ചടങ്ങിന്റെ ഒരു ഭാഗമായി മാറി. അതുപോലെ ഈ മസാജ് വേണ്ടെന്ന് പറയുമ്പോൾ കുറേ പേര് ക്ലെയിം ചെയ്യുന്നുണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് ഫൈറ്റ് ചെയ്യും, ആയുർവേദ മസാജ് ചെയ്തില്ലേ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരും, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ലൈക്ക് ശരിക്കും ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നില്ല സ്ട്രേഞ്ചർ വന്ന് തൊടുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാനസികമായിട്ട് നല്ല ഡിപ്രഷനിൽ പോയിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യമൊന്നും ലക്ഷൂറിയസ് ആയിട്ടോ അങ്ങനെ ഒരു മസാജ് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. പക്ഷെ ആയുർവേദത്തിൽ കുറേ അസുഖങ്ങൾക്ക് ഇവർക്കും തിയറി ഉണ്ട്, ഇവർക്ക് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. ചില അസുഖങ്ങൾ അവിടെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ചിലത് ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ ഈ ചില ഈ അലോപ്പതി ഡോക്ടേഴ്സ് പറയുന്ന പോലെ എല്ലാം സയൻസ് മാത്രമാണ്, നമ്മൾ എക്സ്ട്രീമിസം പിടിക്കാതെ വി ക്യാൻ ഫൈൻഡ് എ ബാലൻസ്. ചില ഡോക്ടേഴ്സ്, ചില ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയിലുള്ള ഡോക്ടേഴ്സ് അവരുടെ തന്നെ ചില അസുഖങ്ങൾക്ക് ആയുർവേദം കൺസൾട്ട് ചെയ്യാനുണ്ട്, ചിലർ ഹോമിയോ കൺസൾട്ട് ചെയ്യാറുണ്ട്. അത് വാട്ട് ഫിറ്റ്സ് ഇൻ, നമ്മൾ അതിൻ്റെ റിസ്ക്കും ബെനിഫിറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്ത് ബെസ്റ്റ് ഏതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ആയുർവേദ ഹാസ് റിസർച്ച് പേപ്പേഴ്സ്, കുറേ അസുഖങ്ങൾ ബാക്കിയുള്ള മെഡിസിൻ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ കൂടുതലും ആയുർവേദത്തിലായിരിക്കും കുറേ ക്യൂർ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ കമ്പൽസറി പോസ്റ്റ്പാർട്ടം കെയർ ഉണ്ടല്ലോ, ഇത് ചെയ്യണം, അത് പൈസ ഇല്ലാത്തവർ ഒപ്പിച്ച് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തി അതൊരു പണിഷ്മെന്റ് പോലെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതാണ് പ്രോബ്ലമാറ്റിക് ആവുന്നത്. ഇതില് ആയുർവേദ മെഡിസിൻ മോശം എന്നല്ല പറയുന്നത്. പ്രഗ്നൻസി കഴിഞ്ഞിട്ടൊരു ഒരു കണ്ടീഷനിൽ ഈ ട്രീറ്റ്മെന്റിനകത്ത് കൊടുക്കുന്ന പല കാര്യങ്ങളും, ഇപ്പൊ കഷായമായിരുന്നാലും ലേഹ്യങ്ങളായിരുന്നാലും ശർക്കരയും കരിപ്പെട്ടിയും ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. ഹൈ കാലറി സാധനങ്ങളും ഫാറ്റും ഒന്നും നോക്കാതെ കൊടുക്കുക. അപ്പം ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആള് തിരിച്ചു വരുന്നത് ഒബീസായിട്ടാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഒരു കണ്ടീഷനിൽ നിന്ന് തിരിച്ച് ഈ ഒബീസായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഒരു ടൈം എടുക്കുന്ന പരിപാടി കൂടെയാണ്. ഇത് കൂടുതൽ ഈ പറയുന്ന നമ്മൾ യൂഷ്വലി നോർമലി എടുക്കണം എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പാസ് ചെയ്ത് വന്ന ഹെറിഡിറ്ററി ആയിട്ട് പറഞ്ഞ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും കൂടുതലും ഒരു റിക്കവറിക്കും ബ്രസ്റ്റ് മിൽക്ക് എൻഹാൻസിങ്, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ നമുക്ക് ഈ ഗ്രീൻ ലീവ്സ് എന്തൊക്കെയായാലും കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ബ്രസ്റ്റ് മിൽക്കിൽ ഫാറ്റ് വരാൻ വേണ്ടി ഹെൽത്തി സോഴ്സ് ഓഫ് ഫാറ്റ് ലൈക്ക് ഗീ ഈസ് എ ഹെൽത്തി സോഴ്സ് ഓഫ് ഫാറ്റ്. അത് പ്യുവർ ഗീ ആണെങ്കിലാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒന്നും അനലൈസ് ചെയ്യാതെ വെറുതെ റാൻഡം ആയിട്ട് ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് അങ്ങനെ വാങ്ങിക്കാതെ വാട്ട് ഈസ് യുവർ വെയിറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അനലൈസ് ചെയ്തിട്ട് ഈ പ്രീനേറ്റൽ വൈറ്റമിൻസ് എടുക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് എന്തൊക്കെ വേണം വേണ്ടാന്ന് വെച്ചിട്ട് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കുറച്ചുകൂടെ. അതുപോലെ തന്നെ ഈ ആയുർവേദത്തിൽ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തത് അവരുടെ തന്നെ ഒരു പ്രോബ്ലമാണ്. ഒരു ഇന്നതൊക്കെയാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അവർ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. ഓൾവേസ് ബെറ്റർ നമ്മൾ നോർമൽ ഡയറ്റ് എടുക്കുക, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, ഇലവർഗ്ഗങ്ങൾ അങ്ങനത്തെ ഉള്ളതൊക്കെ കൂടുതൽ കഴിക്കുക ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതുമാത്രമല്ല ആയുർവേദത്തിൽ ചിലതൊക്കെ നല്ലതാണ്. ലൈക്ക് ഈ പോസ്റ്റ് ഡെലിവറി ആശാളി ആയാളി എന്നൊക്കെ പറഞ്ഞ ഹലീം സീഡ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കൊടുക്കാറുണ്ട് പോസ്റ്റ്പാർട്ടത്തിൽ.
അത് നമ്മൾ ചിയാ സീഡ് ഇല്ലേ, ചിയാ സീഡ് മെക്സിക്കൻ ഒറിജിനേറ്റ്, ആ ഒരു ഏരിയയിൽ ഒറിജിനേറ്റ് ചെയ്തൊരു സാധനമാണ്. അത് നമ്മൾ കഴിക്കും, നല്ല ന്യൂട്രീഷൻ ബെനിഫിറ്റ് ഉണ്ട്. അതേ ടൈപ്പ് ഓഫ് ഒരു സാധനമാണ് ഈ പറയുന്ന ആശാളി ആയാളി എന്നൊക്കെ പറഞ്ഞത്. അത് ആയുർവേദത്തിൽ അതിൻ്റെ കഞ്ഞി കുടിക്കും പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ. അത് ശരിക്കും അയൺ കൂടുതലുണ്ട്. ഈ ബ്ലഡ് ലോസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് അയൺ ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ ഉപയോഗപ്പെടും. പക്ഷേ ഇതൊന്നും പ്രോപ്പർലി ഇവർ മാർക്കറ്റ് ചെയ്തിട്ടില്ല, ഇതിന് ഇൻഫർമേഷൻ സോഴ്സ് പുറത്ത് വിട്ടിട്ടില്ല, ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കടകളിൽ നിന്ന് പോയി എന്ത് വേണം എന്ത് വേണ്ട എന്നൊരു തീരുമാനം ഇല്ലാതെ എല്ലാം കൂടെ വാങ്ങിച്ചു വെച്ച് കഴിക്കുന്നത് ഒരു പ്രോബ്ലമാണ്. അത് പ്രോപ്പർ രീതിയിൽ വേണ്ടത് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അതും നിർബന്ധമൊന്നുമില്ല. അതിന് ഓൾട്ടർനേറ്റീവ് വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കാം നല്ലത്. നമുക്ക് അങ്ങനെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കുറവാണ്, ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഈ ലോകം വളരെ വലിയൊരു ലോകമാണ്. കേരളത്തിൽ മാത്രമല്ല പ്രസവം നടക്കുന്നത്, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. അവിടെയൊന്നും ആയുർവേദം ഇല്ലാതെയും അവർ സുഖമായിട്ട് പ്രസവിക്കുന്നുണ്ട്. താല്പര്യമില്ലാത്തവരുടെ ക്ലെയിം ഇതാണ്, മദാമ്മകൾ ഇങ്ങനെയാണോ പ്രസവിക്കുന്നത്, അവരിങ്ങനെ ഈ മരുന്നൊക്കെ കഴിച്ചിട്ടാണോ അവർ കൊച്ചിനെ നോക്കുന്നത് വളർത്തുന്നതാണ്. കുറച്ച് ഈ അധികം ഇതില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഞാൻ കഴിക്കണം, എന്തോരം ആൾക്കാർ ഇത് കഴിക്കാതെ ലോകത്തൊക്കെ പ്രസവിക്കുന്നില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞിന്റെ കാര്യം വരുമ്പോ ഈ ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന പോലെ അതിനെ ഇങ്ങനെ എണ്ണയിട്ട് ഇങ്ങനെ മറ്റേ വറുത്ത് കോരാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫുള്ള് എണ്ണയിട്ട് ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്യും. അതും ബോഡിക്ക് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു, മൂക്കിന് ഷേപ്പ് ഉണ്ടാക്കാൻ ചെയ്യുന്നു, കണ്ണിന് ഷേപ്പ് ഉണ്ടാക്കുന്നു, ബാക്കിയകത്ത് കൈയിട്ട് കറക്കുന്നു, പല്ല് പിടിക്കുന്നു, എന്തൊക്കെ കാണിച്ച്. ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുമ്പോൾ അച്ഛനമ്മയുണ്ട്. ഈ കുട്ടി വരുന്നത് ഇവരുടെ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് ആയിട്ടൊരു രീതി ഉണ്ടല്ലോ, ഇതിലായിരിക്കില്ല ഇവരുടെ. അല്ലാതെ ജനിച്ചു വരുന്ന കുട്ടി ഹൃത്തിക് റോഷനെ പോലെ ഇരിക്കണം എന്ന് വെച്ചിട്ട് ആ പുള്ളിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ലല്ലോ നമുക്ക് കിട്ടുക. ഇൻഫന്റ് മസാജ് ആക്ച്വലി ദ പ്രൈമറി തിങ് ഈസ് ബോണ്ടിങ് വിത്ത് ദ പേരൻസ്. ഇൻഫന്റ് മസാജ്, കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യുന്നത് ബോണ്ടിങ് ഉണ്ടാക്കാനാണ്. ടച്ച് ക്രിയേറ്റ്സ് ബോണ്ടിങ്. ഓൾസോ അത് മദർ ആ ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ ഓക്സിറ്റോസിൻ റിലീസ്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ അത് നമ്മുടെ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഹോർമോണാണ്. അത് കഴിയുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഫ്ലോ, അപ്പോൾ കുഞ്ഞുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യലും ബോണ്ടിങ്ങിലും കൂടെ ഓക്സിറ്റോസിനും മിൽക്ക് എൻഹാൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇൻഫന്റ് മസാജ് അഡ്വൈസ് ആയിട്ടുള്ളത്. പിന്നെ ഈ സംഭവം കേരളത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം ആയുർവേദ മസാജൊക്കെ നമ്മൾ കേരളത്തിലാണ് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലുണ്ട്. വളരെ വിഗറസ് ആയിട്ട് കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ആട്ടാറുണ്ട്. എന്ന് വെച്ചാൽ കഴുത്തിൽ പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ ബോഡി ഇങ്ങനെ സ്വിങ് ചെയ്യാറുണ്ട്, കഴുത്തിൽ തൂക്കിയിട്ടിട്ട്. അതുപോലെ തന്നെ തല കീഴായിട്ട് കുത്തിയിട്ട് ഇങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ ഉണ്ട് ശരിക്കും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. ആക്ച്വലി ഇൻഫന്റ് മസാജിന്റെ ബേസിസ് എപ്പോഴും ബോണ്ടിങ് തന്നെയാണ്. അത് നമുക്ക് കൈ കാല് വളവൊന്നും നമുക്ക് അതൊക്കെ ജനറ്റിക് ആയിരിക്കും, അതൊക്കെ മെഡിക്കലി തന്നെ അഡ്വൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇവർ മസാജ് ചെയ്തുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഫിസിയോതെറാപ്പിയിലുണ്ടല്ലോ, ഫിസിയോതെറാപ്പീസ് ആക്ച്വലി മസാജിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മസിൽ ഡെവലപ്മെൻറ്റ്. ആക്ച്വലി ഒരു ഹെൽത്തി ന്യൂ ബോൺ ആണെങ്കിൽ വലുതായിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് മസാജിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. മെയിൻലി ഇറ്റ്സ് ബോണ്ടിങ്. വളരെ ജെന്റിലായിട്ട് കുഞ്ഞിൻ്റെ പെർമിഷനോട് കൂടി കുഞ്ഞ് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഉറക്കത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ വലിച്ചെടുത്ത് വെള്ളത്തിൽ കൊണ്ട് മുക്കും ആദ്യം കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടാണ് കുഞ്ഞിനെ. ഉറങ്ങുവാണോ ഉണർന്നിരിക്കുകയാണോ എന്നല്ല, കറക്റ്റ് ആ സമയത്ത് അവർ വരുമ്പോൾ കുഞ്ഞ് കുളിച്ചിരിക്കണം, കുഞ്ഞ് എണ്ണ തേച്ച് അവിടെ കിടന്നിരിക്കണം എന്നുള്ള. കരച്ചിലാണെങ്കിൽ ഇവർ നിർത്തുമൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിനും സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല എന്നുള്ളൊരു പ്രോബ്ലമാണ്. എങ്ങനെ മസാജ് ചെയ്യണം, എവിടെ മസാജ് ചെയ്യണം. പറഞ്ഞ പോലെ തല ഷേപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കള്ള് ഫ്ലെക്സിബിൾ ആയിട്ടാണ് വരുന്നത്. അത് കുഞ്ഞിന് ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനുള്ള, പെൽവിസിൽ കൂടെ ഒക്കെ ഇറങ്ങി വരാനുള്ള ഒരു എളുപ്പത്തിന് സ്കള്ള് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സ്കള്ള് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഭാഗത്തേക്കൊക്കെ ചരിഞ്ഞ് കിടന്നാൽ ആ സൈഡൊക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കും. സോ ആ തലയും നമുക്ക് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. പക്ഷെ അന്ന് വെച്ചിട്ട് കൈയും കാലും ഒക്കെ വെടിച്ച് നൂത്ത് കഴുത്തിൻ്റെ ഇടുക്കൊക്കെ അത് കുറച്ചുകൂടെ ഒക്കെ ബോണൊക്കെ ഫിക്സ് ആയി വരുമ്പോൾ കഴുത്തൊക്കെ നേരെ ആവുന്നതാണ്. പക്ഷെ കഴുത്തൊക്കെ നീണ്ടു വരണം എന്ന് പറഞ്ഞു കഴുത്ത് പിടിച്ച് വലിക്കൽ, അതൊക്കെ ഭയങ്കര വിയേർഡ് പ്രാക്ടീസാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും, അത് പ്രസ് ചെയ്യുന്നത് എല്ലാവരും വളരെ ഒരു ക്രൂരമായ രീതിയിലാണത് പ്രസ് ചെയ്തെടുക്കുന്നത്. ആക്ച്വലി അതങ്ങനെ ചെയ്തുകൂടാ, ഇൻഫെക്ഷൻ ഉണ്ടാവും. പക്ഷേ എല്ലാവരും അത് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രസ് ചെയ്യുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ മറ്റേണൽ ഹോർമോൺസ് കൊണ്ട് വരുന്നതാണ് ചെസ്റ്റിൽ. അത് നെഞ്ച് തടവി, ആൺകുട്ടികളാണെങ്കിൽ നന്നായിട്ട് നെഞ്ച് തടവും അല്ലെങ്കിൽ ബ്രസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചെറുതിലെ നെഞ്ച് ഭയങ്കര പ്രസ് ചെയ്ത് ചെസ്റ്റൊക്കെ തടവി മസാജ് ചെയ്യുന്ന പ്രാക്ടീസസ് വരെ ഉണ്ട്. അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കുന്ന പരിപാടി, കുഞ്ഞ് ജനിച്ചു വരുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നത്, തേൻ കൊടുക്കല്, ഡേറ്റ്സ് കൊടുക്കല്, പിന്നെ മറ്റേ ഓരമരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളുണ്ട്. പിന്നെ സ്വർണം തേക്കല്, അങ്ങനെ പല പരിപാടികളാണ് ഇവിടെ ഉള്ളത്. 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം.
വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും. എസ്പെഷ്യലി ഹണി ഈസ് വെരി ഡേഞ്ചറസ്. ഹണി 1 വയസ്സ് 2 വയസ്സ് വരെയൊക്കെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതിനകത്ത് കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്, ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ഇൻഡസ്റ്റൈൻ. അവരുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് അപ്രോപ്രിയേറ്റ് അല്ലാത്ത ബാക്ടീരിയസ് ഉണ്ട്. സോ ഹണി ഒട്ടും കൊടുക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. എന്നാൽ ജനിച്ചു വരുമ്പോൾ ആദ്യം ചിലപ്പോൾ ചിലരൊക്കെ തൊട്ട് കൊടുക്കുന്ന ഹണിയാണ്. തേനും സ്വർണ്ണം കൂടെയാണ്. ആൻഡ് ഗോൾഡ് ഇസ് എ മെറ്റൽ. അത് കൊടുക്കാൻ നമ്മളാണെങ്കിൽ കഴിക്കും. അത് കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് വേണം, അമ്മയുടെ അച്ഛൻ്റെ വാംത്. ദ ബേബി വാണ്ട്സ് ടു ബി വിത്ത് ദം. അത് മാത്രമേ കുഞ്ഞിന് ആവശ്യമുള്ളൂ. കെയർ, അറ്റൻഷൻ ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, ഇത് 3 മാത്രമേ ആവശ്യമുള്ളൂ. ഈ പറഞ്ഞ സ്വർണ്ണോ ഈവൻ ഡയപ്പർ പോലും കുഞ്ഞിന് വേണമെന്ന് കുഞ്ഞിനില്ലല്ലോ. അതെ, എല്ലാം നമ്മുടെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ കരി വരയ്ക്കുന്നത് എല്ലാം നമുക്ക് കാണുമ്പോൾ നമ്മളെ ഒരു പ്ലീസിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞിനെ അടിച്ചേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ പൗഡർ നമ്മൾ ഡസ്റ്റ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യും. വീടൊക്കെ തുടച്ച് എപ്പോഴും വൃത്തിയാക്കി റൂമൊക്കെ ക്ലീൻ ചെയ്തിടുകയല്ലാണ്. പക്ഷെ പൗഡർ ആരും മുഖത്തേക്ക് ഇങ്ങനെ തട്ടിയിടലാണ് ജോലി. ദാറ്റ്സ് എ കെമിക്കൽ. ടാൽക്കം എന്നൊക്കെ പറഞ്ഞാൽ അത് കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ പോകുന്നതൊന്നും ആരും ശ്രദ്ധിക്കണ പോലില്ല. മുഖത്താണ് മെയിനായിട്ട് വാരി തട്ടുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക. ആ സമയത്ത് ക്യാരിങ് ആണ്. വൈഫിനുണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം, ഇത് ഈ കുഞ്ഞുമായിട്ട് കണക്റ്റഡ്, ഈ ഇമോഷൻസ് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഹാപ്പി ആയിട്ടുള്ള മദേഴ്സ് ഗെറ്റ് ഹാപ്പി ബേബീസ്. ആക്ച്വലി നമുക്ക് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്, അല്ലേ? നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ട് പേടിച്ചു, അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ബ്ലഡിലോട്ടാണ്. ദിസ് ബ്ലഡ് റീച്ചസ് ദ ബേബി. അപ്പോൾ ഫീലിംഗ് അവിടെ ഉണ്ടാവും, ലൈക്ക് മൈന്യൂട്ട് ലെവൽസിലാണെങ്കിൽ. അതുപോലെ തന്നെ ഡിപ്രഷനിനകത്തൊക്കെ കടന്നു പോകുന്നത്, പ്രഗ്നൻസിയിൽ ഡിപ്രഷനുള്ള മദേഴ്സ് ആണെങ്കിൽ കുഞ്ഞിനെ മെൻ്റൽ ഹെൽത്തിന് നന്നായിട്ട് ബാധിക്കും. ആ കുഞ്ഞിന് ഭാവിയിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സ്റ്റഡീസ് ഹാവ് പ്രൂവൺ ദാറ്റ്. ഈ കുഞ്ഞുങ്ങൾ വയറ്റിലുണ്ടാകുന്ന സമയത്ത് വയറിൽ നിന്ന് സംസാരിക്കുക, കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇത് യഥാർത്ഥത്തിൽ കുഞ്ഞ് കേൾക്കുന്നുണ്ടോ? കുഞ്ഞിന് സൗണ്ട്സ് കേൾക്കാൻ പറ്റും. ആഫ്റ്റർ 12 to 24 വീക്സിനിടയിലൊക്കെ സൗണ്ട്സ് കേൾക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഇതെൻ്റെ അച്ഛൻ്റെ സൗണ്ടാണ്, ഇതെൻ്റെ അമ്മയുടെ സൗണ്ട്, അങ്ങനെയല്ല കേൾക്കുന്നത്. ലൈക്ക് ഇതൊരു കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് സൗണ്ടാണ്, ഇതിൻ്റെ ഒരു ടോൺ ഇങ്ങനെയാണ്, ഇത് കുറച്ചുകൂടെ ഒരു ഹാർഡ് സൗണ്ടാണ്, ഒരു കോഴ്സ് സൗണ്ട്, ഇങ്ങനെ പല ശബ്ദങ്ങളായി കേൾക്കാൻ പറ്റും. ഓക്കെ. ഓൾസോ ഈ അച്ഛന്മാർ അമ്മ സംസാരിക്കുമ്പോൾ ഹൂ ഫീൽസ് ബെറ്റർ? ലൈക്ക് ദ മദർ ഫീൽസ് ബെറ്റർ. ഷീ ഹാസ് ദറ്റ് ഗുഡ് ഫീലിംഗ്, ആ കണക്ഷൻ ഫീലിംഗ്. ഷീ വിൽ ബി ഹാപ്പി. അല്ലെങ്കിൽ ഹാപ്പി മോമെന്റ്സ്, ഹാപ്പി ബേബി എന്ന് പറയുന്നത് ശരിക്കും അച്ഛന്മാർ വയറ്റിൽ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളല്ല, ഈ അമ്മമാരാണ് ശരിക്കും സന്തോഷമായിട്ടിരിക്കുന്നതും. അവർക്കാണ് ആ ഇമോഷൻസ്. ഇനി ബേബി പുറത്ത് വന്നാലും ദ മദേഴ്സ് വാണ്ട് ദർ ഹസ്ബൻഡ് ടു ടേക്ക് ബോണ്ട് കൊണ്ട് സംസാരിക്കുക, കുഞ്ഞിനോട് സംസാരിക്കുക, എടുക്കുക എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കും. ലൈക്ക് അവർക്ക് ഭയങ്കര പ്ലീസിങ് ഒരു ഇമേജാണ് സ്വന്തം കുഞ്ഞും ഹസ്ബൻഡും കൂടി ഇങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്ന എന്ന് വെച്ചാൽ മദേഴ്സ് ഫീൽ സോ ഗുഡ്. അതുപോലെ തന്നെയാണ്. അപ്പോൾ മദർ ഫീൽസ് ഗുഡ് വെൻ ദ ഹസ്ബൻഡ് ടോക്സ് ടു ദ ബേബി. കുഞ്ഞിന് ആ സൗണ്ട് വിൽ ബി ഫെമിലിയർ. അപ്പോൾ അമ്മ ഹാപ്പി ആകുമ്പോൾ ഓ ദിസ് ഈസ് എ ഹാപ്പി മൂമെന്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനലൈസിങ് അവിടെ നടക്കുന്നുണ്ട്. പുറത്തു വരുന്ന സമയത്ത് ഈ സൗണ്ട് യെസ്, കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. ലൈക്ക് മദേഴ്സിന്റെ വോയിസ് പെട്ടെന്ന് റെക്കഗ്നൈസ് ആവും. ബേബീസ് നോ ദെയർ മോംസ്. ഈ ഒരു കണ്ടീഷനിലേക്ക് പ്രിപ്പയർ ആകുകയാണെങ്കിൽ, ഇപ്പം ഹസ്ബൻഡ്സിന് പൊതുവേ ഈ എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ എല്ലാ മൂഡ് സ്വിങ്സും പെട്ടെന്ന് കൂടെ കിട്ടത്തില്ല. ഈ ഒരു കണ്ടീഷനിൽ കുറച്ച് കൂടുതലായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്. സോ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് എവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുക? ശരിക്കും നമ്മൾ ഓർഗാനിക്കലി നാച്ചുറലി പറയുകയാണെങ്കിൽ ഫീമെയിൽസ് ആർ നേച്ചറസ്. കുറച്ച് സോഫ്റ്റ് സൈഡാണ്. കുട്ടികളെ നോക്കുക, വീട് നോക്കുക. ഇത് ഫെമിനിസ്റ്റിനൊക്കെ പ്രശ്നം ഉണ്ടാവുക തരത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ നമ്മൾ ഇൻബിൽറ്റ്, നമ്മുടെ ബ്രെയിൻ ഈസ് വയേർഡ് അല്ലെങ്കിൽ ബോഡിലി വയേർഡ് അതിനാണ്. വീട്ടിൽ കുറച്ച് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. ആൻഡ് മെൻ ഇസ് ലൈക്ക് ഒരു പ്രൊട്ടക്റ്റീവ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന മുന്നിൽ കയറി നിൽക്കുക, അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളാണ്. വി ആർ ഓർഗാനിക്കലി ബിൽറ്റ്, നാച്ചുറലി ബിൽഡ്. അതുപോലെ തന്നെ സ്ത്രീകൾ ഇപ്പം എക്സ്ട്രാ കരിയർ നോക്കുന്നതാണെങ്കിൽ, എക്സ്ട്രാ പുറത്ത് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർ നന്നായിട്ട് പുഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദേ പുഷ് ദംസെൽസ്. കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അവരുടെ ഓർഗാനിക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ഓർഗാനിക്കലി വരുന്നത്. പക്ഷേ പുരുഷന്മാർ കുറച്ചുകൂടി സോഫ്റ്റ്വെയറിലേക്ക് ഇറങ്ങി വരണം. ഈ കുഞ്ഞുങ്ങളെ നോക്കുക അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ദേ ആർ പുട്ടിങ് എക്സ്ട്രാ എഫേർട്ട്. അതവർക്ക് നാച്ചുറലായിട്ട് വരുന്നതല്ല. അതുപോലെ തന്നെയാണ് ഈ മൂഡ് സ്വിങ്സിനെ മാനേജ് ചെയ്യലും. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്ന് ഇതിനെ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. മെൻ തിങ്ക് ലൈക്ക് മെൻ ആൻഡ് വുമൺ തിങ്ക് ലൈക്ക് വുമൺ. അത് തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ ചിന്തിക്കുന്നതെന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ നിങ്ങൾക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓൾസോ ദ അതർ സൈഡ് ദാറ്റ് വുമൺ ഡസിൻ നീഡ് ലോജിക്കൽ സൊല്യൂഷൻസ്. നിങ്ങൾ ലോജിക്കായിരിക്കും പറയാൻ പോകുന്നത്. അവരുടെ പ്രോബ്ലംസ് കേട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ആക്ച്വലി വി കാൺ പ്രിപ്പയർ മച്ച്. പുറത്തൊരു എക്സ്റ്റേണൽ ഒരാൾക്ക് അത്രയൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് യു നോ യുവർ വൈഫ്, യു ഹാവ് സ്പെൻഡ് ടൈം വിത്ത് ഹെർ, വട്ട് ഷീ ബിഹേവ്സ്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കുക.
ഹൗ ഹർ മൂഡ് സ്വിങ്സ് ആർ ഗോയിങ്, എന്ത് കാരണം കൊണ്ടായിരിക്കും മൂഡ് സ്വിങ്സ് വരുന്നത്, അല്ലെങ്കിൽ അവളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്. വിൽ യു ബി ഏബിൾ ടു മീറ്റ് ചെയ്യാമെങ്കിൽ മാത്രം യെസ് പറയുക. ഇപ്പോൾ വൈകുന്നേരം നമുക്ക് 8 മണിയാകുമ്പോൾ പുറത്ത് പോയാലോ, അപ്പോൾ നിങ്ങൾ പോവാം, നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് പ്ലാനൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ കാഷ്വലി ആയിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ വുമൺ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് ഇവർ 8 മണിക്ക് മുന്നേ 7 മണിയാകുമ്പോൾ ജോലിയൊക്കെ ഒതുക്കി എല്ലാം പ്രിപ്പയർഡായി അവരുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് 8 മണിയായിരിക്കും. നിങ്ങൾ പറയാം ഇപ്പം വേറൊരു ഫ്രണ്ട് വിളിച്ച് ഞാൻ പോവാന്ന് പറയാം, അത് മതിയല്ലോ ബാക്കി പ്രശ്നത്തിന്. എസ്പെഷ്യലി പ്രഗ്നൻസി ആണെങ്കിൽ കുറച്ച് ഹോർമോൺസും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഡബിൾ ആയിരിക്കും. പിന്നെ ഇത് അനലൈസ് ചെയ്യുക. ഇത് പ്രഗ്നൻ്റ് അല്ലാത്തൊരവസ്ഥയാണെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഏത് ഫേസിലാണ് ഇവർക്ക് ഈ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളും വരുന്നതെന്ന് വെച്ചാൽ ഒരു കലണ്ടർ വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതർവൈസ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഹൗ ദേ ഫീൽ എന്നുള്ളത്. നിങ്ങൾ തന്നെ അത് മാനേജ് ചെയ്ത് പോകേണ്ടി വരും ആക്ച്വലി. ഓൾസോ ചിലപ്പോൾ ഇത് ഈ ഫിസിക്കലി റിലേറ്റഡ് ആയിരിക്കില്ല, നമുക്ക് മെൻ്റലി ഉണ്ടല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആണ്, ഞാനാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും ശ്രദ്ധ വേണ്ട ആള്, എന്നെ ആരും ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാവരും ഞാൻ പറയണം കേൾക്കണം എന്നുള്ളൊരു സ്വന്തമേ ഒരു പാമ്പേർഡ് ഫീലിംഗ് സ്വയമേ ഉണ്ടാവും, സ്വന്തമായിട്ടുണ്ടാവും നമുക്ക്. അപ്പോൾ പിന്നെ അതിനെ ആരെങ്കിലും ഒബ്സ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ് കൂടെ ഉണ്ട്. ഒരു ഗൈഡ് ലൈൻ ഒന്നും ഇല്ല, പോകുന്ന വഴി അങ്ങ് പോവാ. ഇതിലേ വേറെ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മിക്കവാറും വളരെ പണിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയസിലൊക്കെ വീഡിയോസ് പലതും കാണും. ഇത് കാണുന്നത് ബേബി എഫക്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇമോഷൻസ് എന്താണോ അതെല്ലാം ഡെഫിനറ്റ്ലി കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം അല്ലേലേ ഹെൽത്തി അല്ല നമുക്കറിയാം. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് പറയാനുണ്ട്, ലൈക്ക് സ്ലീപ്ലെസ്നെസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അതനുസരിച്ചിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് സ്ക്രീൻ ടൈം കൊടുത്തു കഴിയുമ്പോൾ അത് പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്, അല്ലാതെ തന്നെ എന്തോരം പ്രോബ്ലംസ് ആണ് സ്ക്രീൻ ടൈം, ഓവർ സ്ക്രീൻ. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയിൽ ഒട്ടും പറയേ വേണ്ട, കുറച്ചുകൂടി ഒരു വൾണറബിൾ ആണ് ബോഡി, മെൻ്റലി ആൻഡ് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. ആ ഒരു ടൈമിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഈ പ്രസവ സമയത്ത് ഇന്ത്യയിൽ അങ്ങനെ പൊതുവെ കാണാറില്ല, ലൈക്ക് ഭർത്താവിനെ കൂടെ കയറ്റുന്നൊരു സംഭവം, ലൈക്ക് ആ പ്രസവത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ലൈക്ക് ഒരു പ്രസവം ഭർത്താവും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പാർട്ട്ണർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ കൂടെ ഈ ദ പേഴ്സൺ ദാറ്റ് ദ വുമൺ വാല്യൂസ് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ബേർത്തിന് കൂടെ ഉണ്ടാവാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ആസ് ഐ ടോൾഡ്, ബേർത്ത് ഈസ് മെൻ്റൽ വർക്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണർ കൂടെ ഉള്ളപ്പോഴായിരിക്കുമല്ലോ. എസ്പെഷ്യലി ഫോർ വുമൺ, ഹസ്ബൻഡ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അങ്ങനെ അച്ഛൻ ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴായിരിക്കുമല്ലോ ദേ ഫീൽ മെൻ്റലി സെക്യൂർഡ്, ഒരു പ്രൊട്ടക്റ്റീവ്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺസ് ആണ് ലേബർ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ മീൻസ് നമ്മൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ, നമ്മൾ ഹസ്ബൻഡായിട്ടിരിക്കുമ്പോൾ, കിസ് ചെയ്യുമ്പോൾ, ഹഗ് ചെയ്യുമ്പോഴൊക്കെ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതേ ഹോർമോൺ തന്നെയാണ് നമുക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിനാണ്. അപ്പോൾ സ്ട്രെസ് ആയിട്ടിരുന്നാൽ ഓക്സിറ്റോസിൻ എങ്ങനെ വരാനാണ്? നമ്മൾ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നാച്ചുറലി ലേബർ വരികയും ഓക്സിറ്റോസിനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതിന് പാർട്ട്ണർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ടു ക്രിയേറ്റ് ദാറ്റ് ഹാപ്പി സേഫ് എൻവയോൺമെൻറ്റ് ഫോർ ദ വുമൺ ടു ഗീവ് ബർത്ത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ എന്തുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അതിനെ അനുവദിക്കുന്നില്ല? അത് ഇപ്പം അനുവദിച്ച് വരുന്നുണ്ട്. ആക്ച്വലി ദ പ്രോബ്ലം ഈസ് ലാർജർ എമൗണ്ട് ഓഫ് ബർത്ത്. പിന്നെ നാച്ചുറൽ ലേബറിൽ പോകുന്നതും കുറവാണ്. നമ്മൾ ഇൻഡ്യൂസ്ഡ് ബർത്ത് ആണ്. ഇൻഡ്യൂസ്ഡ് ബർത്ത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്ക് വഴി ലേബർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ്ഡ് ബർത്ത്. ഈ ഓക്സിറ്റോസിൻ റിലീസ് അതെ, ഓക്സിറ്റോസിന്റെ സിന്തറ്റിക് വേർഷൻ ഉണ്ട്. ഫാക്ടറി മെയ്ഡ് സാധനമാണ് പിറ്റോസിൻ. ഈ ട്രിപ്പ് ഇടുക, എപ്പോഴാ ട്രിപ്പ് ഇടുന്നത്, അല്ലെങ്കിൽ പ്രസവ സമയമാകുമ്പോഴേ ആൾക്കാർ ചോദിക്കും ട്രിപ്പ് ഇട്ടോ എന്നുള്ള സാധനം, അത് ഈ പിറ്റോസിനാണ്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ദിസ് ക്രിയേറ്റ്സ് വയലന്റ് കോൺട്രാക്ഷൻസ് ആണ്. ഒരു നോർമൽ പ്രസവ വേദനയ്ക്ക് യൂട്രസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന പോലെയല്ല ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ പിറ്റോസിൻ ഇടുമ്പോൾ, ട്രിപ്പ് ഇടുമ്പോൾ കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് നീഡ്സ് മോണിറ്ററിങ്. എന്ന് വെച്ചാൽ പിറ്റോസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വയറ്റിൽ മോണിറ്റർ വെച്ച് ബെൽറ്റ് കെട്ടിയിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യും. ബിക്കോസ് ബേബി ക്യാൻ ഗോ ഇൻ ടു സ്ട്രെസ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ബെഡിൽ അടുങ്ങി കിടക്കുമായിരിക്കും, അടുത്തടുത്തായിരിക്കും. ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരും. അപ്പോൾ ഇവർ ലേബറിങ് ഡ്രസ്സിലായിരിക്കും, എല്ലാവരുടെയും ഈ വയറും എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡിനെ കെട്ടുക എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, അവരുടെ പ്രൈവസിയെ ബാധിക്കും. അപ്പോൾ അത്രയും സഫീഷ്യൻ്റ് അല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. ഈവൻ വാർഡുകളിലൊന്നും ആണുങ്ങൾ അലൗഡ് അല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ബർത്ത് സ്യൂട്ട്സ് ഉണ്ടാവും. കാരണം വേറൊരാളുടെ പ്രൈവസിയെ ബാധിക്കില്ലല്ലോ ഈ മോണിറ്റർ. അപ്പോൾ എല്ലാ റൂമിലും കൊണ്ട് മോണിറ്റർ വെച്ച് എല്ലായിടത്തും ഒരു നേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്നതിനെക്കാട്ടി അവർക്ക് എളുപ്പം ലേബർ വാർഡിൽ എല്ലാ ബെഡിലും സ്ത്രീകളുണ്ടാവും, എല്ലാ ബെഡിൻ്റെ അടുത്തും ഈ മോണിറ്റേഴ്സ് ഉണ്ടാവും. അവിടെ വേറൊരാളുടെ പ്രൈവസിയെ ബാധിക്കും പാർട്ട്ണർ കയറുമ്പോൾ.
പിന്നെ തലയിറങ്ങി വീഴുന്ന ഹസ്ബൻഡ്സും അത് ഭയങ്കര കൂടുതലാണ്. ഈയിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ പണ്ട് കയറ്റുമായിരുന്നു. പിന്നെ പറഞ്ഞ് 10 പേര് കയറ്റെങ്കിൽ 8 പേരും തലയിറങ്ങി വീണിട്ട് പിന്നെ നമുക്കൊരു പ്രോബ്ലം ആയി തുടങ്ങിയത്. ഇവർ നിർബന്ധിച്ചായിരുന്നു കയറ്റിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ദർ ഇസ് നോ പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും അറിയത്തില്ല. ഇത് കാണുമ്പോൾ തന്നെ പേടിച്ചത്. പിന്നെ ഈ നേഴ്സന്മാർ പ്രസവം എടുക്കാൻ പോവോ അതോ ഇയാളെ പിടിക്കാൻ പോവോ, അങ്ങനെയുള്ള പ്രശ്നമായിട്ട് അങ്ങനെയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. only professionals handle this എന്ന് പറയുന്നത്. അതെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. ലൈക്ക് ആക്ച്വലി 9 months കിട്ടുമല്ലോ. ഇഫ് യു മെന്റലി പ്രിപ്പയർ ഫോർ ദാറ്റ് ദെൻ ഇറ്റ് വിൽ ബി ഈസിയർ. പക്ഷെ ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരാൾ വന്ന് വലിച്ച് അകത്തേക്ക് കയറ്റുമ്പോൾ ഇതെല്ലാം കൂടെ കണ്ടു പേടിച്ച് ഇറ്റ്സ് വെരി കോമൺ. അവർ പറഞ്ഞതാണ് 10 പേര് കയറി 8 പേര് തലയിറങ്ങി വീണു. അപ്പോൾ പിന്നെ കയറ്റാൻ എനിക്കൊരു കാരണം അവർക്ക് വേറെ എന്തെങ്കിലും വന്നാൽ പിന്നെ അതും കൂടെ നമ്മുടെ തലയിലാവൂലേ, അങ്ങനെ കയറ്റാത്ത ഡോക്ടേഴ്സും ഉണ്ട്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് നമ്മളിപ്പം ഹോം ബർത്ത് ഒക്കെ നമ്മൾ നോക്കുന്നത്. അതെ, അതിൽ ഇതുപോലെയുള്ള ചാൻസസ് കൂടുതലല്ലേ? ആക്ച്വലി ഹോം ബർത്ത് നമ്മൾ ഞാൻ പറഞ്ഞ പുറത്തൊക്കെ ഒരാൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഇത് രജിസ്റ്റർ വിത്ത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഇപ്പം നെതർലൻഡ്സ് എടുക്കാം, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഹോം ബർത്ത് വേണോ അല്ലെങ്കിൽ മിഡ് വൈഫറി ക്ലിനിക് ബർത്ത് വേണോ എന്നുള്ള. അവിടെ ഹോസ്പിറ്റൽ ബർത്ത് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം. കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് കൂടുതലും ഗൈനക്കോളജിസ്റ്റ് ബർത്ത് അറ്റൻഡ് ചെയ്യുന്നത്. കൂടുതൽ കേസസിലും മിഡ് വൈഫാണ്. അപ്പോൾ മിഡ് വൈഫ്സിന് ക്ലിനിക് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ മിഡ് വൈഫ്സ് ഭയങ്കര കുറവാണ്. ഒരു മിഡ് വൈഫറി ആയിട്ടുള്ളൊരു ഡെലിവറി സിസ്റ്റംസ് അങ്ങോട്ട് വന്നില്ല. ദാറ്റ് വിൽ ബി ദ ഫ്യൂച്ചർ ബിസിനസ് ആയിരിക്കും. ദേ ആർ എഫിഷ്യൻറ്റ് ഫോർ ദാറ്റ്. ആക്ച്വലി ഹോം ബർത്ത് ഷുഡ് ബി അറ്റൻഡഡ് ബൈ എ മിഡ് വൈഫ് ഓർ എ ഗൈനക്കോളജിസ്റ്റ്. ഹോം ബർത്ത് എന്ന് പറയുമ്പോൾ വീട്ടുകാരല്ല എടുക്കുന്നത്, ഇതൊരു പ്രൊഫഷണൽ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. നോട്ട് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ചില കൺട്രീസിൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫോൺ കോളിലെങ്കിലും, ഇപ്പം രാത്രി വേദന വന്ന് എത്താൻ പറ്റിയില്ല എങ്കിൽ ഫോൺ കോളിലെങ്കിലും മിഡ് വൈഫ് അവിടെ ഉണ്ടായിരിക്കണം. കാരണം ആ സമയത്ത് എന്താണ് അൺഫോൾഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഇപ്പോൾ റീസെൻറ്റ് ഒരു ബർത്ത് നടന്നിട്ട് ഡെത്ത് സംഭവിച്ചില്ലായിരുന്നു ഒരു ബേബി ജനിച്ചപ്പോൾ. അത് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഗൈനക്കോളജിസ്റ്റിൻ്റെ തന്നെ ഒരു നൈറ്റ് മെയർ ആണ്. അവർക്ക് തന്നെ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹെമറേജ്, ബ്ലീഡിങ് നിൽക്കാതെ വരിക എന്നൊരു അവസ്ഥ. എന്നാൽ അവർക്ക് തന്നെ ഒരു പേടിയുള്ള കാര്യമാണ്. അതൊക്കെ വീട്ടിൽ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി റിസ്കി. പക്ഷേ ഇപ്പോൾ ഈ മിഡ് വൈഫ്സ് അവർ ഇതിലൊക്കെ ട്രെയിൻഡ് ആയിരിക്കും അല്ലേ? നോ, മിഡ് വൈഫ്സ് ഇസ് ലൈക്ക് ദേ ക്യാൻ ഒബ്സർവ് ആൻഡ് ഐഡന്റിഫൈ. ഇത് പ്രോബ്ലമാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഡീറ്റെയിൽസ് അയക്കും. ഇത്ര മിഡ് വൈഫ്സ് നിങ്ങളുടെ ഏരിയയിലുണ്ട്, നിങ്ങളുടെ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇതാണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം. അത് മിഡ് വൈഫാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് അപ്പം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് മൂവ്മെൻറ്റുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര മൂവ്മെൻറ്റിലുള്ള ഫെസിലിറ്റി ഇല്ല. പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്ന് ഈ ബ്ലീഡിങ് ആളെ കൊണ്ടു ചെന്നാലും ഹോസ്പിറ്റൽസ് അറ്റൻഡ് ചെയ്യത്തില്ല. വീട്ടിൽ പ്രസവിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മുടെ ഇവിടെ കൊണ്ട് ചെന്നാൽ ഡോക്ടേഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യില്ല. ഇത് നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് റിസ്ക് ആണ്, പേടിയാണ്, ഒരുവിധം ഡോക്ടേഴ്സ് റിജക്ട് ചെയ്യും. പക്ഷേ അവിടുത്തെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് അത് കോംപ്ലിക്കേഷൻസ് കണ്ടുപിടിച്ച് ഇതൊക്കെ എല്ലാം നോക്കും. എത്ര ദൂരം നിങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ആക്സസബിലിറ്റി ഉണ്ടോ, ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് സർവീസസ് ഉണ്ടോ, റോഡ് നല്ലതാണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മിഡ് വൈഫ്സ് പരിശോധിച്ച് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ ഇറ്റ് ഷുഡ് ബി അറ്റൻഡഡ് ബൈ ആൻ ഒബ്സ്റ്റട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ്. ഈ അടുത്തൊരു സംഭവം നടന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ അത് അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അക്യുപഞ്ചറിലെ ട്രീറ്റ്മെന്റിന്റെ കാര്യം, അത് ശരിക്കും അങ്ങനെ ഒരു ഹോം ബർത്ത് അപ്പോൾ ഒരു ഡെലിവറി എടുക്കാൻ തക്ക രീതിയിലാണ് അവരുടെ ഒരു ട്രീറ്റ്മെന്റ് പോവുക? ശരിക്കും അത് ബർത്തുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. ഫോർ എവറിത്തിങ് ദേ ഹാവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. എല്ലാം നാച്ചുറൽ ആയിരിക്കണം. ഈ അക്യുപഞ്ചറുകാർ പ്രസവം മാത്രമല്ല, ഈ അറ്റാക്ക് വന്നാലും ഹോസ്പിറ്റലിൽ പോകത്തില്ല, സ്ട്രോക്ക് വന്നാലും ഹോസ്പിറ്റലിൽ പോകത്തില്ല. പക്ഷെ പ്രസവത്തിലെ മരണം പണ്ട് നോർമലൈസ്ഡ് ആയിരുന്നെങ്കിലും പക്ഷെ നമ്മളിപ്പം വളരെ മുന്നോട്ടാണ്. എന്ന് വെച്ചാൽ വളരെ മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഇത് അക്യുപഞ്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്ര ന്യൂസ് അയക്കുന്നത് ഒരു മരണം സംഭവിച്ചപ്പോൾ. പക്ഷെ ഇതുപോലെ തന്നെ അറ്റാക്കിലും സ്ട്രോക്കിലും ഒക്കെ അവിടെ മരണം നടക്കുന്നുണ്ട്. അവരെല്ലാ രീതിയിലും മെഡിസിൻസ് അങ്ങനെയുള്ളതിനോട് എതിരായിട്ടാണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത്. ഐ ഡോണ്ട് നോ, ലൈക്ക് ഒരു മാഫിയ പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു. ഇപ്പൊ പുതുതായിട്ട് ഇവിടെ ഒരു ട്രെൻഡ് നടക്കുന്നുണ്ട്. 5 months 6 months ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഡോക്ടർ ആവുക, അക്യുപഞ്ചർ ഡോക്ടർ ആവുക, ട്രീറ്റ്മെന്റ് നടത്തുക. എന്തും ക്യൂർ ചെയ്യിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. ഇത് പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷൻ ഇത് മോണിറ്റർ ചെയ്യാനും ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും ഒന്നും ഇല്ലാത്തടത്തോളം കാലം ഇത് നമുക്കിതിനെ കുറിച്ച് ആധികാരികമായി പറയാൻ അറിയത്തില്ല. പക്ഷേ അക്യുപഞ്ചർ ഈസ് എ കൈൻഡ് ഓഫ് തെറാപ്പി. അത് പെയിൻ റിലീഫ് ടെക്നിക്കിന് ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് ഈ ഡോക്ടേഴ്സ്, ഈ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ അക്യുപഞ്ചറിന് പോയിട്ടുള്ളവരൊക്കെ അറിയാം. ഓൾസോ നമ്മൾ ആ അക്യുപഞ്ചർ പ്രസവം എടുത്ത് മരിച്ചു എന്നുള്ള അതേ ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ശില്പ ഷെട്ടി കുന്ദ്രയിലെ ആക്ട്രസ് നീഡിൽസ് വെച്ചിരിക്കുന്നു. ഇത് സൈനസൈറ്റിസിന് അക്യുപഞ്ചർ തെറാപ്പി ചെയ്യുന്നു. നീഡിൽ സൈനസൈറ്റിസ് റിലീഫിന് വേണ്ടിയിട്ട്. ചില കേസസിൽ ചില ആൾക്കാർക്ക് ഇത് വർക്കാവുന്നുണ്ട്.
ലൈക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഹാസ് റീസെൻ്റ്ലി 2022 തോന്നുന്നു അക്യുപഞ്ചർ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് അവർ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് പഠിച്ചൊരു കോഴ്സായിട്ട് എടുത്ത് ലൈക്ക് ഒരു 6-5 വർഷത്തെ കോഴ്സ് എടുത്ത് ചെയ്യുന്നവർ ഓക്കെ. ഇതിപ്പോ കേരളത്തിൽ വളരെ ഒരു മഷ്റൂം പോലെ ഇങ്ങനെ കൂണ് പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്, കുറെ സെന്റേഴ്സ് വരുന്നുണ്ട്. ഇവരുടെ ക്രെഡിബിലിറ്റി ഒക്കെ അനലൈസ് ചെയ്യാനും ഇതൊക്കെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേയിൽ പോകാനും വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഇനി വരുമായിരിക്കും. ഈ അക്യുപഞ്ചറുകാർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും അക്യുപഞ്ചർ വഴി ചികിത്സിക്കാം, നിങ്ങൾ മരുന്ന് എടുക്കരുത്, അലോപ്പതി എടുക്കരുത് എന്നാണോ പറയുന്നത്? കൈൻഡ് ഓഫ് അതൊരു എക്സ്ട്രീമിസം ആണ്. ലൈക്ക് ദർ ഇസ് ഇങ്ങനെ ബ്ലാക്ക് ഇല്ല വൈറ്റ് ഇല്ല, എവറിത്തിങ് ഈസ് എ ഗ്രേ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് രീതിയിൽ കുറേ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരാൾ ഈ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഒരാൾ അതിൻ്റെ ഇത് ഡോക്ടറേറ്റ് പോലെ എന്തോ സംഭവം എടുത്തിട്ട് കുറേ ആൾക്കാർ അത് എടുക്കുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അത് ഒരു ഹോളിസ്റ്റിക് ആണ്, നാച്ചുറൽ ആണ്. എസ്പെഷ്യലി വെൻ ദേ യൂസ് ദ റിലീജിയൻ ടു മാർക്കറ്റ്. റിലീജിയൻ ഒരു ടൂളാണല്ലോ, എസ്പെഷ്യലി ഫോർ ബ്ലൈൻഡ് മാർക്കറ്റിംഗ്. റിലീജിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ലോജിക്കിൻ്റെ ഓപ്ഷൻസ് കട്ടാവുകയാണ്. ലോജിക്കൽ അനലൈസിങ് ഇല്ല ഒരു റിലീജിയൻ ആയാലും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രോത്ത് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ആൻഡ് കൈൻഡ് ഓഫ് വിയേർഡ് ഓൾസോ. അവരുടെ തിയറീസ് അല്ലെങ്കിൽ അവരുടെ പോളിസീസ് നമുക്ക് ചില സമയത്ത് നമുക്ക് വിയേർഡായിട്ട് തോന്നാം. ലൈക്ക് പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, ലൈക്ക് ബോയിൽഡ് വാട്ടർ അവർ കുടിക്കില്ല. ചില ലൈഫ് സ്റ്റൈൽ സാധനങ്ങളൊക്കെ അവർ പറയുന്നതിൽ ഒന്നാണിത്, ബോയിൽഡ് വാട്ടർ കുടിക്കുകയേ ചെയ്യരുത്, വീട്ടിലുള്ള പച്ചവെള്ളം മാത്രം കുടിക്കുക. ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് നിങ്ങളൊരു ഹൈലി പൊല്യൂട്ടഡ് എൻവയോൺമെൻറ്റിലാണ് താമസിക്കുന്നത്, നിങ്ങളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അപ്പോഴും നിങ്ങൾ കിണറ്റിലെ വെള്ളമേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ദ പ്രോബ്ലം ലൈസ് ദെയർ. അതെ, ദ പ്രോബ്ലം ലൈസ് ദെയർ. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി വെള്ളം ടെസ്റ്റ് ചെയ്യണം, എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യണം. കാരണം മഴക്കാലത്തുള്ളതല്ല, ചൂടുകാലത്ത് നമ്മുടെ എൻവയോൺമെൻറ്റ് മാറുന്ന അനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇതിൻ്റെ ജേംസും ബാക്ടീരിയ, വെള്ളത്തിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ വല്ല വെസ്റ്റേൺ ഗഡ്സിലൊക്കെ താമസിക്കുന്ന മലനിരകളിൽ നിന്നൊക്കെ വരുന്ന നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്ത് ആവശ്യമുള്ള ഗുഡ് ജേംസും ഉണ്ട്, ബാഡ് ജേംസും ഉണ്ട്. ആവശ്യമുള്ള നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ നല്ലതാണ്. ലൈക്ക് ഏതോ ഒരു ക്രിക്കറ്റർ, ഐ തിങ്ക് വിരാട് കോഹ്ലി എന്തോ, ഹിമാലയൻ ഗ്ലേസിയർ വാട്ടറാണ് പാക്കറ്റ്, ലൈക്ക് ഇറ്റ് കോസ്റ്റ് സംതിങ് അറൌണ്ട് 3500 ഒരു ലിറ്റർ. അത് പക്ഷേ നിങ്ങൾ ഇവിടെ കൺജസ്റ്റഡ് ആയിട്ട് ഓവർലി പോപ്പുലേറ്റഡ് തിരുവനന്തപുരം ടൗണിൻ്റെ അടുത്ത് തന്നെ താമസിക്കുകയാണ്, സീവേജിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ നിങ്ങളുടെ വെള്ളത്തിനകത്തുള്ള ഈ ഫീക്കൽ ബാക്ടീരിയയുടെ അളവ് പോലും അറിയാതെ നിങ്ങൾ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്ന ദെയർ ലൈസ് ദ പ്രോബ്ലം. അതിൻ്റെ എക്സ്ട്രീമിസം ഈസ് എ പ്രോബ്ലം. അതുപോലെ തന്നെ ഷോർട്ട് ടേം കോഴ്സസ് അറ്റൻഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പ്രസവമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മരണം സംഭവിക്കുന്നതുകൊണ്ട് ഇതാണ് ഇത് പുറത്ത് വരുന്നത്. ഇത് അറ്റാക്കുമായിട്ട് മരണം സംഭവിക്കുന്നുണ്ട്, സ്ട്രോക്ക് വന്ന് മരണം സംഭവിക്കുന്നുണ്ടാകും, പക്ഷേ ഇത് പുറത്തേക്ക് വരുന്നില്ല ബിക്കോസ് ഇറ്റ് കൈൻഡ് ഓഫ് ഡെത്ത് ഈസ് നോർമലൈസ് ഇൻ സച്ച് കേസസ്. ഇതെല്ലാം ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു 10-30-40 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നോർമൽ ഡെലിവറി എല്ലാവരും അങ്ങനെയായിരുന്നു ഗർഭത്തിനെ കണ്ടിരുന്നതും ഡെലിവറി കണ്ടിരുന്നത്. അതിനുശേഷമുള്ളൊരു ജനറേഷനിലാണ് ഈ സി സെക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റി ഒരു ധാരണ ആൾക്കാർക്ക് വന്നത്. അത് ഭയങ്കര റെയർലി സംഭവിക്കുന്നതും അല്ലെങ്കിൽ ഒരു ലക്ഷറിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടായിരുന്നു പിന്നീട് വന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റോറി മാറി. സി സെക്ഷനായി മെയിൻ ഈ പറയുന്ന നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഒരു സംഭവം, അയ്യോ നോർമലാണോ എന്നുള്ള രീതിയിലോട്ട് മാറി. ഇതെല്ലാം മാറിയിട്ട് IVF എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയിലോട്ട് മാറി. ഓക്കെ, ഉള്ള ഹോസ്പിറ്റൽ തന്നെ റീബ്രാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ, IVF ക്ലിനിക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിക്ക്. വരുന്ന അടുത്തൊരു കാര്യമാണ് എഗ് ഫ്രീസിങ്ങും. ഈ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി അതെന്താണ്? അത് എഗ് ഫ്രീസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെൽത്തി എഗ്ഗിനെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുക, പിന്നെ ആവശ്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേ ആണ് ഇസ് ദ പ്രോബ്ലം. ലൈക്ക് നിങ്ങൾ എഗ് ഫ്രീസ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ച് പരിചയമില്ലാത്ത ഒരാളെ ഒന്നും കല്യാണം കഴിക്കണ്ട, നിങ്ങൾക്ക് കുറച്ച് നാൾ ജീവിച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാം. പക്ഷേ എഗ് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്ത് വെച്ചാൽ എഗ്ഗ് ക്വാളിറ്റി കുറച്ച് വലിയ ലോസ് ഒന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 10 എഗ്ഗ് ആണെങ്കിൽ അതും കുറച്ച് ഒരു 7-8 എണ്ണം കിട്ടും. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ IVF ചെയ്ത് ഇത് ഇൻസേർട്ട് ചെയ്ത് ഇത് കുഞ്ഞുണ്ടാവണം എന്നില്ല. ഇതിൻ്റെ സക്സസ് റേറ്റ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. നിങ്ങളിപ്പോൾ 25 വയസ്സിൽ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് 50 വയസ്സിൽ ഗർഭം ധരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ലൈക്ക് യുവർ യൂട്രസ് വിൽ നോട്ട് ബി ഹോൾഡിങ്. നിങ്ങൾ എഗ് ഫ്രീസ് ചെയ്ത് വെച്ച് എല്ലാം സേഫായി, അങ്ങനെ ഒരു കാര്യമേ അവിടെ ഇല്ല. നിങ്ങൾ എഗ് ഫ്രീസ് ചെയ്ത് വെച്ചാലും നിങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, നിങ്ങളുടെ യൂട്രസിൻ്റെ ഹെൽത്ത് നോക്കണം. അതുപോലെ തന്നെ ആ ഒരു പറഞ്ഞ പോലെ ഒരു 40 ഇയേഴ്സ് മുന്നേ നിങ്ങൾക്ക് അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. ഈ സാധാരണ രീതിയിൽ പറയുന്ന ആ ഏജിനുള്ളിൽ തന്നെ ഇത് കൺസീവ് ആവുകയും വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചത് യൂസ് ചെയ്യണ്ടേ? ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നല്ല കുട്ടി ഉണ്ടാവുമെന്നല്ലല്ലോ. അത് യൂസ് ചെയ്യണമെങ്കിൽ അത് ഫ്യൂസ് ചെയ്യണം, അത് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യണം, അതിനെ യൂട്രസിനകത്ത്
ഇടണം, അത് IVF പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ഓൾസോ എക്സ്പെൻസീവ്. എഗ് ഫ്രീസിങ് ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ചിലവുള്ളൂ. അപ്പോൾ എല്ലാം സേഫായി. അങ്ങനെയല്ല, ഈ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ച് എഗ്ഗ് IVF ചെയ്യണമെങ്കിൽ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ. അതിനകത്ത് എത്ര പ്രാവശ്യം ഫെയിൽ ആവുമെന്ന് ആർക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും? ഈ എഗ്ഗ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഏജ് റെസ്ട്രിക്ഷൻ അവിടെ കഴിയുന്നില്ല. അപ്പോഴും നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. പറയുന്ന ഒരു ടൈമിൽ തന്നെ ഈ സാധനം യൂസ് ചെയ്യണം, അല്ലാതെ ഒരു സ്കോപ്പില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസസ് ഒന്നും ആരും പറയുന്നില്ല. ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കാം, അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ചിന്തിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സർഗസി പോകണം, വേറൊരാളെ പ്രഗ്നൻ്റ് ഹെൽത്തി ആയിട്ടുള്ള. അപ്പോൾ അത്രയ്ക്കൊക്കെ ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണോ ആ കാലത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ എന്തോരം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി ഇത് കൗൺസിലിംഗ് കൊടുക്കുമായിരിക്കും മേ ബി. ഇതൊക്കെയാണ് കാര്യങ്ങൾ. എഗ്ഗ് ഫ്രീസ് ചെയ്യുന്നവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതാണ് ദ റൂൾ. ഇറ്റ് ഷുഡ് ബി കൗൺസിലിംഗ്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോഴും നമുക്ക് പരിധിയുണ്ട്. പറയുന്ന പോലെ അങ്ങ് സമയമൊന്നുമില്ല. ബാക്കിയുള്ള കേസിൽ, നോർമൽ കേസിൽ നമ്മൾ പറയുമല്ലോ 35-നുള്ളിൽ 2ാമത്തെ കുട്ടി ആവണമെന്ന് പറയണ പോലെ തന്നെയാണ് പറയണം. മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സൈഡും കൂടെ ഇല്ലാത്തതാണ് ദ പ്രോബ്ലം. ശരിക്കും എന്താണ് നാച്ചുറൽ ബർത്തിൽ സംഭവിക്കുന്നത്? ഒരു പ്രോസസ്സായിട്ട് അത് എത്ര ദിവസം എടുക്കാം? എന്തായിരിക്കും അതിൻ്റെ ഒരു? നമുക്ക് ബർത്തിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാച്ചുറൽ ബർത്ത് എന്ന് പറയാം, പിന്നെ ഇൻഡ്യൂസ്ഡ് ബർത്ത് എന്ന് പറയാം. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പറയുന്ന പോലെ നോർമൽ ഡെലിവറി, നോർമൽ പ്രസവം, അതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ബർത്ത് എന്നാണ് പറയുന്നത്. കാരണം ദ പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കുറേ ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻസ് ഉണ്ട്. അതാണ് ഇൻഡ്യൂസ്ഡ് ബർത്ത്. പിന്നെ ഉള്ളത് സി സെക്ഷൻ ഷുഡ് ബി ഡൺ ഓൺലി ഡ്യൂ ടു എനി മെഡിക്കൽ റീസൺസ്. എന്തെങ്കിലും പ്രോപ്പർ മെഡിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് സി സെക്ഷൻ. പിന്നെ ഇൻഡക്ഷൻ ബർത്തും ഉണ്ട്, നാച്ചുറൽ ബർത്തും ഉണ്ട്. ഇതിൽ നാച്ചുറൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ ഹെൽപ്പും ഇല്ലാതെ നോർമലായിട്ട് ലേബർ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കോൺട്രാക്ഷൻ ബൂസ്റ്റ് ചെയ്യാനൊന്നും എക്സ്റ്റേണലായിട്ട് ഒരു ഫാക്ടർ എടുക്കുന്നില്ല. നോ കെമിക്കൽസ്, നോ ടാബ്ലറ്റ്സ്, നത്തിങ്. നാച്ചുറലി യൂട്രസിൻ്റെ ഓപ്പണായി വരികയും ഡയലേറ്റ് ചെയ്യും, കുഞ്ഞ് പുറത്ത് വരിക, അത് കഴിഞ്ഞ് പുറകെ പ്ലാസിൻ്റെ വരിക. അതാണ് ഒരു നാച്ചുറൽ ബർത്തിങ് പ്രോസസ്സ്. 80% ഓഫ് ദ വുമൺ വിൽ ബി കേപ്പബിൾ ഓഫ് ദാറ്റ്. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത നാച്ചുറൽ ഡെലിവറിക്ക് 80% കേപ്പബിൾ ആയിരിക്കും. പക്ഷേ ദർ ഇസ് എ 20. അതൊരു റിസ്ക് ഫാക്ടറാണ്. അത് ആ സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൂടുതലും ഹെമറേജസ് ആണ് പ്രോബ്ലം. പിന്നെ ബേബി ഡിസ്ട്രെസ് ഉണ്ടാവും, ബേബിക്ക് ശ്വാസം കിട്ടാതെ വരാം, ബേബി ബ്ലൂയിഷ് കളർ ആവുന്നുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും മറ്റേണൽ കോംപ്ലിക്കേഷൻ, പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുക, BP ഇഷ്യൂസ് ഉണ്ടാവുക. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഒബ്സ്റ്റിട്രീഷ്യൻസ് അല്ലെങ്കിൽ ഗൈനക്കോളജി ഡോക്ടേഴ്സാണ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണത്. പക്ഷേ അതർവൈസ് എ നാച്ചുറൽ ബർത്ത് വേർ ഇസ് എവറിത്തിങ് ഈസ് നോർമൽ. ഒരു ആവറേജ് ടൈം എടുത്ത ഒരു പ്രഗ്നൻസി പീരീഡ് 38 to 42 വീക്സ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാം. ഇതിലൊരു ആവറേജ് 40 ആണ് പറയുന്നത്. 42 കഴിഞ്ഞാലാണ് WHO സജസ്റ്റ് ചെയ്യുന്നത്. 42 കഴിഞ്ഞാൽ ദർ ഇസ് സം ഇഷ്യൂ, ഇത് നോർമൽ അല്ല, ഇൻഡക്ഷൻ വേണം എന്നുവെച്ചാൽ ഇൻഡ്യൂസ് ചെയ്യണം എന്നാണ് WHOയുടെ സജഷൻ. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ 38 വീക്സിലും എന്തായാലും 40 വരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര റെയറാണ്. ലൈക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും വാച്ച് ആൻഡ് വെയിറ്റ് എന്നുള്ളൊരു സാധനമാണ്. നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഡക്ഷൻ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് 0 to 10 സെൻറ്റിമീറ്റർ ഡയലേഷൻ ആവണം. ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്കത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കാം, 4 hours ഡയലേഷനായി പ്രസവം നടക്കുന്നവരുണ്ട്. ചിലർക്കത് ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് ടു 24 to 48 hours, 72 hours ഒക്കെ ലേബർ പെയിനിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ചിലപ്പോൾ 2 സെൻറ്റിമീറ്റർ ഡയലേഷനിലൊക്കെ ഒരാഴ്ച പോകുന്നവരുണ്ട്. വേദനയൊന്നും കാണത്തില്ല, ബട്ട് ദ സെർവിക്സ് ഈസ് ഓപ്പൺഡ് അപ്പ് ടു 2 സെൻറ്റിമീറ്റർ. 14 days 20 days ഒക്കെ കഴിഞ്ഞായിരിക്കും ബാക്കി ഡയലേറ്റ് ആയിട്ട് പ്രസവിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ. അവരുടെ ലൈഫ് സ്റ്റൈല്, ഹെൽത്ത്, കുഞ്ഞിൻ്റെ ഹെൽത്ത്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ വി ഹാവ് ടു കീപ്പ് ആൻ ഒബ്സർവേഷൻ. ഇതെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നോ ഒന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിനകത്ത് ഈ പെയിൻലെസ് ആയിട്ട് ഡെലിവറി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. യെസ്, ഇപ്പൊ വേദനരഹിത പ്രസവം എന്ന് പറഞ്ഞിട്ട് നല്ലതായിട്ട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അപ്പം ഈ ഒരു കണ്ടീഷൻസിലൊക്കെ? നാച്ചുറൽ ബർത്തിന് നമ്മൾ പെയിൻ മാനേജ് ചെയ്യാൻ പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ ഉണ്ടാവും. ലൈക്ക് നോർമൽ പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ കൈ പൊള്ളുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ ആക്കും. ലൈക്ക് വി ആർ ബ്രീത്തിങ്, വി ആർ മാനേജിങ് ദ പെയിൻ. ഓരോരുത്തർക്കും ദർ ആർ യുണീക്ക് വേസ് ടു മാനേജ് ദെയർ പെയിൻ. ചിലർക്ക് ഇയർഫോൺ വെച്ചിട്ട് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും വേദനകളൊക്കെ ഉള്ളപ്പം ആൻഡ് സം പീപ്പിൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി കരയും. അത് കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. എന്തെങ്കിലും വേദന വരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് വോക്കലൈസേഷൻ. ഇറ്റ്സ് എ പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക് വെർ യു മേക്ക് സൗണ്ട്സ് ടു മാനേജ് ദ പെയിൻ. ഓക്കെ, ദെൻ അനദർ ടെക്നിക് ഈസ് എ വിഷ്വലൈസേഷൻ. കണ്ണടച്ചിട്ട് വേറെ എന്തെങ്കിലും വിഷ്വലൈസ് ചെയ്യുക. യു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഫ്രം ദ പെയിൻ ആൻഡ് യു വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്. അതുപോലെ പ്രഗ്നൻസിയിൽ ലേബറിൻ്റെ ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ബ്രീത്തിങ് ടെക്നിക്.
കുറേ പേരൊക്കെ പറഞ്ഞ് ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ കുറച്ച് പേരൊക്കെ എങ്കിലും റെഫർ ചെയ്ത് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു ഫെമിലിയർ ഒരു നെയിമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേർ യു മാനേജ് യുവർ പെയിൻ ബൈ ബ്രീത്തിങ്. അത് എല്ലാ ടൈപ്സ് ഓഫ് പെയിൻ മാനേജ്മെൻറ്റിലും ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ലേബർ പെയിൻ ആകുമ്പോൾ ബ്രീത്തിങ് ടെക്നിക്സ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടൊരു വേ ടു മാനേജ്. അത് പല രീതിയിലുണ്ട്. അല്ലാതെ ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വേദനരഹിത പ്രസവം, ദാറ്റ് ഈസ് എപ്പിഡ്യൂറൽ. ചെറിയ ഡോസ് ഓഫ് അനസ്തേഷ്യ, അനസ്തെറ്റിസ്റ്റ് ആയിരിക്കും അത് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പം ദർ മസ്റ്റ് ബി എ കംപ്ലീറ്റ് മോണിറ്ററിങ്. ലോവർ അബ്ഡമൻ ഏരിയ ഒക്കെ നമ്പാവും, കാലുകൾക്കൊന്നും അത്ര ബലം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ആക്ച്വലി റെക്കമെൻഡഡ് ടു സ്റ്റാർട്ട് ആഫ്റ്റർ ഒരു 4 സെൻറ്റിമീറ്റർ ഡയലേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ അപ്പോൾ അത് വേദന ആവുന്നില്ല, കാരണം ആ ഒരു 4 സെൻറ്റിമീറ്റർ വരെ വേദന അനുഭവിക്കുമല്ലോ. ഇത് എല്ലാവർക്കും എഫക്റ്റീവും അല്ല. ചിലർക്ക് ഇത് എടുത്താലും എപ്പിഡ്യൂറൽ എടുത്താലും വേദന ഉണ്ടാവും. ലൈക്ക് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് എടുക്കേണ്ട ഒരു കാര്യമല്ല. അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ടൈം ഇൻ ലേബർ ആ മദറിന് ഒട്ടും പെയിൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവുകയാണ്, ലേബർ പ്രോഗ്രസ് ചെയ്യുന്നില്ല. ഈ സ്ട്രെസ് കൊണ്ട് ലേബർ പ്രോഗ്രസ് ചെയ്യുന്നില്ല എങ്കിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഓക്സിറ്റോസിനാണ് ലേബർ കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് എപ്പിഡ്യൂറൽ. ബട്ട് ഇറ്റ്സ് റൊട്ടീൻ പ്രൊസീജിയറായിട്ടാണ് ഇപ്പോൾ എപ്പിഡ്യൂറൽ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വേദന ഇല്ലാതെ പ്രസവിച്ചോട്ടെ. എപ്പിഡ്യൂറൽ യെസ് സ്പൈനലിലാണ് എടുക്കുന്നത്. എപ്പിഡ്യൂറൽ ഹാസ് ഇറ്റ്സ് ഓൺ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ മരുന്നിന് കുഞ്ഞിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അല്ലാതെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സ്റ്റഡീസൊക്കെ ഷോ ചെയ്യുന്നുണ്ട്. ഇത് നമ്പായിരിക്കും. അപ്പോൾ ചിലപ്പോൾ വാക്വം ഓർ ഫോർസപ്പ് അസിസ്റ്റഡ് ഡെലിവറി ഒക്കെ വരേണ്ടി വരും. ആ ഒരു ടൈം ആകുമ്പോൾ എപ്പിഡ്യൂറലിൻ്റെ ഡോസൊക്കെ ചിലപ്പോൾ കുറയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേദന ചെറിയ രീതിയിലെങ്കിലും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വേദനരഹിത പ്രസവം എന്ന് പറയാൻ പറ്റില്ല. പെയിൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ, പിന്നെ വൺസ് എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബെഡ് റിഡൺ ആയിരിക്കും. അത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്താലേ ബെഡ് റിഡൺ ആയിരിക്കും. ഫോർ എ ഹെൽത്തി ബർത്ത് കുറച്ച് മൂവ്മെൻറ്റും കുറച്ച് ഓപ്പണിങ്, ലൈക്ക് ഹിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് നല്ല സ്പേസ് കൊടുത്താലാണ് ബേബിക്ക് ഏറ്റവും ഇറങ്ങി വരാൻ എളുപ്പം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലേബറിൻ്റെ ടൈമൊക്കെ കൂടുതലാണ്. ഞാൻ പറഞ്ഞു ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ ചിലർക്കൊരു 4-5 മണിക്കൂറിൽ തീരും, ചിലർക്കത് 72 മണിക്കൂറൊക്കെ പെയിൻ ഇങ്ങനെ വന്നു പോയി നിൽക്കുന്നുണ്ട്. അപ്പം മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ലേബറിൻ്റെ ടൈമൊക്കെ കുറയും. പിറ്റോസിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ ട്രിപ്പ് ഉണ്ടാവും, പിന്നെ വയറ്റിൽ മോണിറ്റർ ഉണ്ടാവും, അത് പിന്നെ എന്തെങ്കിലും ഗ്ലൂക്കോസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ എപ്പിഡ്യൂറൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാഷ്റൂം ബ്രേക്സ് ഒന്നും പോകാൻ പറ്റില്ല, കാലൊന്നും മൂവ് ആയിരിക്കില്ല. അപ്പോൾ പിന്നെ യൂറിൻ കത്തീറ്റർ ഉണ്ടാവും. അങ്ങനെ പിന്നെ വി വിൽ ബി ബെഡ് റിഡൺ വിത്ത് വയേഴ്സ് ഓവറസ്. അതിനെക്കാട്ടി എന്ത് ബെറ്ററാണ് ഒരു നാച്ചുറലായിട്ടൊരു നോർമലായിട്ട് വളരെ വേറെ റിസ്കുകളൊന്നും ഇല്ലെങ്കിൽ, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ. അല്ലാതെ നാച്ചുറലായിട്ട് പ്രസവിക്കുമ്പോൾ ഏറ്റവും നല്ല പൊസിഷൻ ഏതാണ് ഒരു ബേബി പ്രസവിക്കാൻ? ഇറ്റ്സ് എ മദേഴ്സ് പ്രിഫറൻസ്. സ്കോട്ട് ചെയ്യാം, ലഞ്ചസ് ചെയ്ത് പ്രസവിക്കാം, ബെഡിൽ ഹാൻഡ്സ് ഓൺ നീസ് ആയിട്ട് പ്രസവിക്കാം. എല്ലാം നമ്മുടെ ഹിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ കൂടെ ബേബി ഇറങ്ങി വരണം. ലൈക്ക് പെൽവിസ് ഓപ്പൺ, നമ്മൾ മാക്സിമം സ്പേസ് കൊടുത്താൽ അത് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ ഷോർട്ടർ ലേബർ ആയിരിക്കും, ഈസിയർ ലേബർ ആയിരിക്കും, ഈസിയർ ബെർത്ത് ആയിരിക്കും. അല്ലെങ്കിൽ ശരിക്കും ബെഡ് റിഡൺ ആണെങ്കിൽ ഇറ്റ്സ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വേ ടു ഇൻ ദ ബെഡ്. ഈ വാട്ടർ ബർത്ത്, അപ്പം ഈ വെള്ളത്തിൽ പ്രസവിക്കുന്നവർ അത് ഈ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. വാട്ടർ ബർത്ത് ഇസ് കംപ്ലീറ്റ്ലി മദർ ഓർ ദ പാർട്ട്ണർ ഹാൻഡിൽ ബർത്ത് ആണ്. അത് ഇവിടെ ഉണ്ടോ കേരളത്തിൽ ഒരു നാച്ചുറൽ ബർത്ത് സെന്റർ ഉണ്ട്, കൊച്ചിയിൽ ബർത്ത് വില്ലേജ് ഉണ്ട്, അവിടെ വാട്ടർ ബർത്ത്. പിന്നെ ഹോസ്പിറ്റൽസ് ആർ അഡ്വർടൈസിങ്, ചിലവരുടെ വെബ്സൈറ്റിനകത്ത് വാട്ടർ ബർത്ത് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ കംപ്ലീറ്റ്ലി ഡോക്ടേഴ്സ് അക്സെപ്റ്റ് ദാറ്റ്. അത് ശരിക്കും വാട്ടർ ബർത്ത് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. വൺസ് ആരെങ്കിലും ഒരു ഇപ്പോൾ ഒബ്സ്റ്റിട്രീഷ്യൻ ആയാലും ഗൈനക്കോളജി അവർ വാട്ടർ ബർത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് പിന്നെ അവരുടെ ലൈഫ് ചിലപ്പോൾ ചേഞ്ച് ആവുമായിരിക്കും. ബിക്കോസ് ദേ മൈറ്റ് ഹാവ് സീൻ ഓൺലി ഹോസ്പിറ്റൽ ബർത്ത് വേർ ദ മോം ഈസ് ബെഡ് റിഡൺ, കുറേ ഇൻ്റർവെൻഷൻസ്, കുറേ കേബിൾസ്, അതുപോലെ എപ്പിസിറ്റോമി, ലൈക്ക് ദ വജൈനൽ ടിയറിന് പകരം കട്ട് ചെയ്യുമല്ലോ, അതൊന്നും ഇല്ലാത്തൊരു ബർത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് മേ ബി അതില്ലാതെ അതിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ അങ്ങനെ കട്ട് ചെയ്യണ്ടേ? നാച്ചുറൽ ടിയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എപ്പിസിയോട്ടോമി അഡ്വൈസബിൾ. ആൻഡ് ദ റേറ്റ് ഷുഡ് ബി WHO അല്ലെങ്കിൽ ACOG ഒക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് ഇസ് ബിലോ 20% എന്തായാലും. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ അത് 95% ആണ്. അവർക്ക് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത്, എല്ലാവരും അല്ല, ചില ഡോക്ടേഴ്സ് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്, എപ്പി ഇല്ലാതെ ചെയ്യാൻ പറ്റുമായിരിക്കുമോ, അയ്യോ അത് പറ്റത്തില്ല, അതെങ്ങനെ ചെയ്യാനായി, ഈ നാച്ചുറൽ ടിയർ വരുന്നത് ഇങ്ങനെ പറഞ്ഞ് സ്കെയർ ചെയ്യും. ഇന്ത്യയിൽ തന്നെ നമുക്ക് വി ഹാവ് എ ഹോസ്പിറ്റൽ ഇൻ ഹൈദരാബാദ്, ഫെർണാണ്ടസ് ഹോസ്പിറ്റൽ. അവരവരുടെ 2022 ഡാറ്റ പുറത്തു വിട്ടു. സ്പോണ്ടേനിയസ് വാജിനൽ ബർത്തിനകത്ത് അവരുടെ ഏനൽ നാച്ചുറൽ ടിയറിന് അവർ വിട്ടുകൊടുക്കുമ്പോൾ ഏനൽ ടിയർ വന്നാൽ <1% ആണ്. 10,000 ബർത്ത് സ്പോണ്ടേനിയസ് വാജിനൽ ബർത്തിനകത്ത് നാച്ചുറൽ ടിയർ ഉണ്ടായി, അതിനകത്ത് ഏനലിലേക്ക് പോയിരിക്കുന്നത് <1%. പക്ഷെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല. ലൈക്ക് ദേ വിൽ സേ ഇറ്റ് വിൽ ഗോ ഇൻ ടു ദ ഏനൽ, പിന്നെ അത് ഭയങ്കര പ്രോബ്ലമാണ്, അത് ഭയങ്കര കോമൺ ആണ് ഏനലിനകത്തോട്ട് ടിയർ പോകുന്നത്, അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ടിയർ പോയാൽ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ദാറ്റ് ഈസ് വെരി റെയർ.
ശരിക്കും ഓൾട്ടർനേറ്റീവ് പുഷിങ് പൊസിഷൻസ് കൊടുക്കുകയാണ്. മോം റിലാക്സ്ഡ് ആണ്. ഇഫ് ദ മോം ഹാസ് ദാറ്റ് നാച്ചുറൽ ടെൻഡൻസി ടു പുഷ്, ഇങ്ങനെ എക്സ്റ്റേണലി പുഷ് ചെയ്യിപ്പിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ദ ടിയർ വിൽ ബി ലെസ്. നമ്മളിപ്പോൾ നമ്മുടെ വിരലിന് ഇങ്ങനൊരു സാധനം നമ്മൾ ഇടിച്ച് കയറ്റുകയാണെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവും. പക്ഷേ മെല്ലെ നമ്മളത് തിരിച്ചു മൂവ് ചെയ്ത് മെല്ലെ ആ ഫിംഗർ നമ്മൾ പുറത്തേക്ക് ഇറക്കി എടുക്കുക, ഒരു സാധനം ഇറക്കി എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഡാമേജ് കുറയുമല്ലോ. ബട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ പുഷ് എന്ന് പറഞ്ഞ് സ്ട്രെസ് ആക്കിയിട്ട് അതും വയലൻറ്റ് കോൺട്രാക്ഷൻസ് കൂടെ ഒക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് വരുമ്പോൾ ഡെഫിനറ്റ്ലി ടിയർ വിൽ ബി ബെറ്റർ. പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് പുഷിങ് പൊസിഷൻ കൊടുക്കുക, കംഫർട്ടബിൾ ആയിട്ടുള്ള, ബെഡിൽ കിടന്നിട്ടല്ലാതെ സ്ക്വാട്ട് ചെയ്തിട്ടോ ലഞ്ചസ് ചെയ്തിട്ടോ. ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അതിനുള്ള പേഷ്യൻസ് ഇല്ല. കാരണം കുറേ ബർത്ത് ഉണ്ടാവും, ഓരോരുത്തരെയും അങ്ങനെ ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാനുള്ള റിസോഴ്സസും കുറവായിരിക്കും. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ മിഡ് വൈഫറി ഷുഡ് ബി പ്രൊമോട്ടഡ് മോർ. മിഡ് വൈഫറി ക്ലീൻ ഡോക്ടർമാർക്ക് ഒരു ആശ്വാസമാണ്. അവർ ഡെയിലി ഒരു 150 OP നോക്കിയിട്ട് പിന്നെ കുറച്ച് നേരം തിയേറ്ററിൽ പോയിരുന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വന്ന് ഈ ബർത്ത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കൂടി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വി ആർ ഓവർ ഡിമാൻഡിങ്. ഡോക്ടർമാർക്ക് ശരിക്കും ഈ പല പൊസിഷനിൽ ബർത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ധാരണയൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസോ അല്ലെങ്കിൽ ടൈമോ അങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പല പ്രൊസീജിയേഴ്സും റെസ്ട്രിക്റ്റഡ് ആവും. നാച്ചുറൽ ബർത്ത് ആകുമ്പോൾ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആവുമല്ലോ. അപ്പോൾ അത് റിസ്ക് ആയിട്ട് പോകുമല്ലോ. അവർക്ക് റിസ്ക് എടുക്കാനും താല്പര്യമില്ല, കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വേറൊരു കേസിൽ ഒരു ഡോക്ടർ തീരുമാനിക്കുകയാണ് എപ്പിസിയോട്ടോമി ചെയ്യേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം, കട്ട് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു ടൈമിൽ ടിയർ വന്നെന്ന് വെച്ചോ, പിന്നെ ഈ പുറത്ത് നിൽക്കുന്നവരും എല്ലാവരും കൂടെ അതെന്താ ടിയർ വന്നത്, നിങ്ങൾക്ക് അങ്ങ് എപ്പിസിയോട്ടോമി ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഡോക്ടറെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കേസാണ്. അപ്പോൾ ഡോക്ടർമാർ അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ ഇവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. സോ ബർത്ത് ഈസ് ഓൾവേസ് അബൌട്ട് മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ചോയ്സസ് ഉണ്ടാവുക, ദ മദറിനെ റെസ്പെക്റ്റ് ചെയ്ത റെസ്പെക്റ്റ്ഫുൾ മറ്റേണിറ്റി കെയർ ആയിരിക്കുക. ഡിസിഷൻ മേക്കർ അൾട്ടിമേറ്റ്ലി ദ മദർ ആയിരിക്കണം. ഒരു കാര്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതാണ് ഇഷ്യൂ, ഇതിൻ്റെ പ്രോസ് ഇതാണ്, ഇതിൻ്റെ കോൺസ് ഇതാണ്, വെയ് ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്. അത് അപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. സോ യു ഹാവ് ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. അവിടെയാണ് ചൈൽഡ് ബർത്ത് ക്ലാസ്സസിൻ്റെ ഒക്കെ ഒരു റോള് വരുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ പറഞ്ഞാലും ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അകത്ത്. ആ ഒരു ബിക്കോസ് യു ആർ എ മദർ, ആ ഒരു സാധനം വരുമ്പം മാമിൻ്റെ ഇതിൽ എങ്ങനെയായിരുന്നു ഇത് പ്രഗ്നൻസി? ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബർത്ത്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് ഇൻസ്റ്റിൽ ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഇപ്പോൾ പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ, ബിഫോർ പ്രഗ്നൻസി തന്നെ ഐ വാസ് വെരി അഡമൻ്റ് അബൌട്ട് ഐ വാണ്ടഡ് എ നാച്ചുറൽ ബർത്ത്, അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ബർത്ത് ആയിക്കോട്ടെ, ദ ഡിസിഷൻ ഷുഡ് ബി മൈൻ. ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്തൊരു കാര്യമായിരിക്കണം. ഐ വാസ് ഓൾസോ ഒബീസ്. അപ്പോൾ ആൾക്കാർ ആദ്യമേ പറയും ഒബീസ് ആൻഡ് എന്തായാലും സി സെക്ഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം എപ്പോഴും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി ഡിഡ്ന്റ് വാണ്ട് ദാറ്റ് വേ. ഐ ഹാഡ് ഡ്രീംസ് അബൌട്ട് മൈ പ്രഗ്നൻസി, ഐ ഹാഡ് ഡ്രീംസ് അബൌട്ട് മൈ ബർത്ത്. അങ്ങനെയാണ് ഞാനും ചൈൽഡ് ബർത്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ആൻഡ് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ക്ലാസ് ഫ്രം കേരള. ഐ അറ്റൻഡഡ് എ ക്ലാസ് ഇൻ തമിഴ് ആൻഡ് ഐ യൂസ് ദ ട്രാൻസ്ലേറ്റർ ടു നോ വാട്ട് ഷീ സേ. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് ഇത്രയും റിസോഴ്സസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, ഇത്രയും ആൾക്കാർ എഫക്റ്റീവ് ഉണ്ടായിരുന്നില്ല. ഈ ചൈൽഡ് ബർത്ത് ക്ലാസ് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്, നമുക്കിപ്പോൾ ഇൻ്റർനാഷണലി ആക്സസിബിൾ ആണ്. എനിക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് റൈറ്റ് സോഴ്സ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ UK US പൗണ്ട്സിലോ ഡോളറിലൊക്കെ എടുക്കേണ്ടി വരും. ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ് ഓൾസോ. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു റീഡ് ബുക്സ്. അങ്ങനെ pregnant ആയി. ഇറ്റ് വാസ് എ വെരി ലോ റിസ്ക് പ്രഗ്നൻസി, വെരി നോർമൽ പ്രഗ്നൻസി വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ. ഐ വാസ് വെരി ആക്റ്റീവ്. ഐ വാസ് ഒബീസ്, ഐ വാസ് വെരി ആക്റ്റീവ്. ഞാൻ എൻ്റെ ഡെലിവറി ടൈമിൽ ഐ തിങ്ക് ഐ വാസ് അബൌട്ട് 100 kg. എന്നാൽ നോ റിസ്ക് അറ്റ് ഓൾ. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇല്ല, BP ഇഷ്യൂസ് ഇല്ല, ഒരു പ്രോബ്ലംസ് ഇല്ലാത്ത വെരി നോർമൽ പ്രഗ്നൻസി ആയിരുന്നു. റൊട്ടീൻ സ്കാൻസിനൊക്കെ നോ പറഞ്ഞു. അങ്ങനെ 42 weeks കഴിഞ്ഞപ്പോൾ ചെന്ന് വൈൽഡായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് പിറ്റോസിൻ്റെ അടുത്തൊന്നും പോകേണ്ടി വന്നില്ല. കാരണം ഇറ്റ് വാസ് മൈ ഡിസിഷൻ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 42 weeks വരെ എൻ്റെ റൈറ്റ് പോലെ എൻ്റെ ബേബിയുടെ റൈറ്റ് ആയിരുന്നു ടു ബി സ്റ്റേ ഇൻ ദ വൂംബ്. 42 weeks കഴിഞ്ഞപ്പോൾ ഐ ഓൾസോ ഡോണ്ട് ഫീൽ കോൺഫിഡൻറ്റ് ബിക്കോസ് ഐ വാസ് റൈറ്റ്ലി ഇൻഫോംഡ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ദെൻ ദ ഇൻഡക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ടഡ് ആൻഡ് ഐ ഗേവ് ബർത്ത്. ഹസ്ബൻഡ് വാസ് ദെയർ ഡ്യൂറിങ് ദ എൻറ്റയർ ലേബർ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ബർത്ത് ആൻഡ് നോ ഇൻറ്റേർണൽ എക്സാമിനേഷൻസ് ഹാപ്പൻഡ്. എപ്പോഴും ഇവിടുത്തെയൊക്കെ എല്ലാവരുടെയും പ്രോബ്ലമാണ് ഇൻറ്റേർണൽ എക്സാമിനേഷൻ, പെർവജനൽ എക്സാമിനേഷൻ ഇങ്ങനെ ചെയ്യുക, PV ചെയ്യുക എന്ന് പറഞ്ഞൊരു പേടി സ്വപ്നമാണ്. അപ്പം അതായി റിജക്റ്റഡ്. എനിക്ക് സെൻറ്റിമീറ്റർ എത്രയെന്ന് അറിയാൻ താല്പര്യമുള്ളൂ. അപ്പം ഞാൻ ചോദിക്കാം. ചില സിറ്റുവേഷനിൽ അത് വേണ്ടെന്നല്ല, ഒട്ടും വേണമെന്നല്ല. പക്ഷെ അപ്പോൾ എനിക്ക് ലേബറിങ് ആണ്, ഐ ഡോണ്ട് വാണ്ട് ആൻ ഇൻറ്റേർണൽ എക്സാമിനേഷൻ. സോ ദേ ഡിഡ്ന്റ് ഡു ആൻ ഇൻറ്റേർണൽ എക്സാമിനേഷൻ. ആൻഡ് വെൻ ഫൈനലി എനിക്ക് 10 centimeter എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ എക്സാമിനേഷൻ ചെയ്യണം. പക്ഷേ ഐ റിജക്റ്റഡ് ദാറ്റ് ആൻഡ് ഐ ഹാഡ് എ നാച്ചുറൽ ടെൻഡൻസി ടു പുഷ്.
I felt like pushing. Actually, I have told them not to disturb me during my labor. അതുകൊണ്ട് ഈ നേഴ്സൊന്നും എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടില്ല. അപ്പോൾ അവസാനം ലേബർ റൂമിൻ്റെ ഒരു അറ്റത്തൊരു ബെഡ് ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം വേറെ പ്രസവമൊന്നുമില്ലായിരുന്നു. then I called them, say ഇത് 10 centimeter ആയെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് ടൈം പുഷിങ് ബെഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇഫ് ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ ഞാൻ ഓൾട്ടർനേറ്റീവ് പുഷിങ് പൊസിഷൻ ചൂസ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ ഒരു ഇതിന് വേണമെങ്കിൽ ഞാൻ ബെഡ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ബർത്ത്, നാച്ചുറൽ ബർത്ത്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, കുഞ്ഞ് കണ്ണ് തുറന്നാണ് വന്നത്. വന്ന ഉടനെ ദ ബേബി വാസ് പുട്ട് ടു മൈ ചെസ്റ്റ് ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി ഇൻ അവർ ലൈഫ്. നമുക്ക് എപ്പോഴും ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ദ ബർത്ത് ഓഫ് ദ ബേബി. അപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ പ്രസവത്തെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറയുമോ, പ്രസവം പേടിയായിരുന്നു. വെൻ എനിബഡി ആസ് മൈ ബർത്ത് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയും. പക്ഷേ ഒരുവിധ ആൾക്കാരും പറഞ്ഞു ഇറ്റ് വാസ് എ നെഗറ്റീവ് എക്സ്പീരിയൻസ്, ഇനി ഒന്നും കൂടെ ആലോചിക്കാൻ വയ്യ, അല്ലെങ്കിൽ അതാണ് പ്രോബ്ലം എന്നുള്ളത്. സോ ഇഫ് യു ആർ റൈറ്റ്ലി ഇൻഫോംഡ്, ഇഫ് യു ഹാവ് ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ചോയ്സസ്, ബർത്ത് ക്യാൻ ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ്. ആസ് എ ഫാമിലി നിങ്ങളുടെ ബോണ്ടിങ് ആയാലും ഇറ്റ് ഈസ് എ ബെറ്റർ വേ. ഇനി ഒരു പുതിയൊരു ട്രെൻഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് തോട്ട്, യെസ്, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലോട്ട് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം വാല്യുബിൾ ആയിട്ടുള്ള ഇത്രയും വലിയ thank you ഇൻഫർമേഷൻ. guys for having me here actually.